الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. يا صاحب البغداد كل ناصر، يا مطلب الحاجات عبد القادر، يا سيدي شيخي وصدر الصادر، كنز العلوم ورمز علم النادر، يا صادب البغداد كل ناصر، يا مطلب الحاجات عبد القادر، مرلي يا مولاه الكريم القادر، يا سيد السادات عبد القادر، يا صاحب البغداد كل ناصر، يا مطلب الحاجات عبد القادر، ബഹുമാനപ്പെട്ട ജാഫർ കോയ തങ്ങൾ SYS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അവരുകളെ, മറ്റ് പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടം അവൻ പൊരുത്തപ്പെടുമാറാവട്ടെ. പണാവള്ളി ദിക്റിന്റെ നാട് എന്ന് പുറം ലോകം അറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. സൂഫിയാക്കളും പണ്ഡിതന്മാരും സച്ചരിതരും ജീവിച്ചിരുന്ന നാടാണ് പണാവള്ളി. സാമ്പത്തികമായും മറ്റും പിന്നോക്കമാണെങ്കിലും സ്വാലിഹീങ്ങളെ കൊണ്ട് അറിയപ്പെട്ട രാജ്യമാണ്. വലിയ വലിയ മഹാന്മാർ നമ്മുടെ മണ്ണിൽ ചവിട്ടിപ്പോയിട്ടുണ്ട്. വലിയ സാദാത്തുക്കളും സൂഫിയാക്കളും എല്ലാം ഈ രാജ്യത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആലിമീങ്ങളെയും മറ്റും കാണുന്നതിന് വേണ്ടിയും അവരുടെ ക്ഷണമനുസരിച്ചും ഈ നാട്ടിലേക്ക് വലിയ വലിയ മഹത്തുക്കൾ കാലുകുത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ 54 വയസ്സുണ്ട്. എൻ്റെ ഒരു 3 വയസ്സ് മുതൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ദിക്ർ ചൊല്ലിയതായി എനിക്ക് ഓർമ്മയുണ്ട്. 5 വയസ്സ് മുതൽ പുറത്തുപോയി മരണപ്പെട്ട പിതാവുമായി അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പുറം രാജ്യങ്ങളിൽ പോയി ഞങ്ങൾ ദിക്ർ ചൊല്ലുമ്പോൾ
അന്ന് ആടുന്നത് കണ്ട് പച്ച ആട്ടം, ഉണക്ക ആട്ടം എന്ന് എനിക്കും ജ്യേഷ്ഠന്മാർക്കും പേരുണ്ടായിരുന്നു. ആട്ടമനുസരിച്ച് ഞങ്ങളുടെ വീടുകളിൽ ആ ദിക്റ്, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ദിക്റ് നടന്നിരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്യരായ പിതാവ് ഈ ദിക്റ് പള്ളിയിൽ സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. പള്ളിയിൽ വെച്ച് ഈ ദിക്റ് നടന്നിരുന്നു. അത് ചെറുതായി തുടങ്ങിയെങ്കിലും അത് വളർന്ന് പന്തലിച്ച് ആ ദിക്റിന്റെ ശാഖകൾ നാടിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചു. എവിടെയെല്ലാം ദിക്ർ സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം കാണുന്നത് പള്ളി പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയാണോ ഓസുല്ലാലമിന്റെ ദിക്ർ സ്ഥാപിച്ചിട്ടുള്ളത് അവിടെയുള്ള ജനങ്ങൾ ദിക്റിലേക്കും നിസ്കാരത്തിലേക്കും ദീനിലേക്കും അടുത്തു വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവിടെ എവിടെയാണോ ദിക്ർ തുടങ്ങുന്നത് അവിടെയുള്ള ജനങ്ങളിൽ നല്ലൊരു വിഭാഗം അധികവും ജീവിത മാർഗത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പുറം ദേശങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യം കൂടുതലായി കാണാറുണ്ട്. എവിടെയാണോ ദിക്ർ ചെല്ലുന്നത് ആ നാട്ടിൽ അധിക സ്ത്രീകളും ഷിർക്കിലേക്കും കുഫ്റിലേക്കും പോകാതെ കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദിക്റും ഓസുല്ലാലമിന്റെ പേരും മുറുകെ പിടിച്ച് ഷിർക്കും കുഫറും ഒഴിവാക്കി ഷിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾ തകർത്തുകൊണ്ട് ഇലാഹി സ്മരണയിലൂടെ ദിക്റിന്റെ വഴിയിലൂടെ അവർ സമാധാനവും കുടുംബൈക്യവും കണ്ടെത്തിയിരുന്നു. മറ്റൊരു കാര്യം, എവിടെ ദിക്ർ തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു ഖുറാഫാത്ത് എന്നുള്ള നിലക്ക് കണ്ടിരുന്ന പലരും അവിടുത്തെ ഏറ്റവും വലിയ പുരോഗമനാത്മകമായ പ്രവർത്തനമായി ഒരു പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ ഖാദിരിയ മജ്‌ലിസുമായി സഹകരിക്കുക, ഒരു പുര വേണമെങ്കിൽ ഖാദിരിയ മജ്‌ലിസിന്റെ പൈസ കൂടുതൽ ഉണ്ടാവുക, ചെറിയ ചെറിയ കച്ചവടക്കാർ അവർ പലിശക്കെടുത്തിരുന്നവരായിരുന്നെങ്കിൽ ആ പലിശയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മജ്‌ലിസിന്റെ പൈസ സ്വീകരിച്ചുകൊണ്ട് വ്യാപാരം നടത്തുക. ദിക്റിന്റെ പേരിൽ മുസ്ലിം അമുസ്ലിം വേറെ കൃത്യമില്ലാതെ കണ്ട് 100 വീടുകളിലേക്ക് വർഷങ്ങളോളം ഏറ്റവും നല്ല അരി വാങ്ങിക്കൊടുത്ത് പല ജാതികളിലും പല ആരാധന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നെ ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്താൻ സാധിച്ചു. ഇന്നിവിടെ ബിരുദമെടുത്ത പലരും ഖാദിരിയ മജ്‌ലിസിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ ദിക്റ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നാടിന്റെ പല ഭാഗത്തും ആ ദിക്ർ സ്ഥാപിച്ചുകൊണ്ട് ഹിദായത്തിലേക്കും ദീനിലേക്കും സൽവഴിയിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു മാർഗമായി ദിക്ർ വളർന്നു. അൽഹംദുലില്ലാഹ്, ഇന്നത് ഒരു 3 വർഷത്തിന് മുമ്പ്, കൃത്യം പറഞ്ഞാൽ 4 വർഷമായി ഒരു ദിക്റിന്റെ വേദിയിൽ വെച്ചു മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ഏതെല്ലാം ശ്രമമുണ്ടോ അതിനെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, അവരുടെ തണലിലായി ജീവിച്ചു വളരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. തങ്ങൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ദാറുൽ ഹിക്കം എന്നൊരു സ്ഥാപനം പെട്ടെന്നുണ്ടായതല്ല, നാളുകളോളം അതിനുവേണ്ടി ഇസ്തിഹാറത്ത് ചെയ്തു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ
സക്കരിയൽ അൻസാർ റളിയല്ലാഹുവിന്റെ റൂമിൽ നിന്ന് നഫീസത്ത് ബീവിയുടെ ഖബറിനടുത്ത് നിന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ് ഒരു ദീനി പ്രവർത്തനം തുടങ്ങണമെന്നുള്ള ആദ്യ ഒരു ചിന്തയുണ്ടായത്. അങ്ങനെ 3 കൊല്ലത്തോളം തുടർച്ചയായി സുഫത്തിന്റെ അഹ്ലുകാരിൽ എന്ന മദീനയിൽ വെച്ച് നിരന്തരം ദുആ ചെയ്തു. പലപ്പോഴും മഹാനായ ആട്ടിരിത്തങ്ങളായിരിക്കും ആ ദുആക്ക് നേതൃത്വം നൽകുക. അങ്ങനെ കേരളം കണ്ട വലിയ ഒരു മഹാനായ സ്ഥാനാർത്ഥികളിൽ നിന്ന് പ്രമുഖനായ വലിയ ഒരു ദാഴിയായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളുടെ ഒരു മജ്ലിസിൽ വെച്ചാണ് നാം ദാറുൽ ഹക്കമിന് രൂപം കൊടുത്തത്. ദാറുൽ ഹക്കം രൂപം കൊണ്ടപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതെല്ലാം വരുമാനമുണ്ടോ അത് മുഴുവനും ഇൽമിലേക്കായി ചിലവഴിക്കുന്നത്, ദാറുൽ ഹക്കമിലേക്കായി. രാപ്പകൽ നാം കഷ്ടപ്പെടുന്ന പണം, ഏത് വഴിയിലൂടെ വരുന്ന പണവും 10 പൈസയുണ്ടെങ്കിൽ അത് മുഴുവനും ദാറുൽ ഹക്കമിലേക്ക് ചിലവഴിക്കേണ്ടി വന്നു. അങ്ങനെ ദാറുൽ ഹക്കം വന്നതിന് ശേഷം സ്ഥാപനത്തിലാണ് ഇപ്പോൾ ദിക്ർ നടക്കുന്നത്. അതിന്റെ 2ാമത്തെ വാർഷികമാണ് ഇന്ന്. യഥാർത്ഥത്തിൽ ഖലീൽ തങ്ങളുടെ നിർദ്ദേശവും എല്ലാ അറബി മാസത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് നാം ഈ 2 വർഷവും നടത്തിയിരുന്നത്. ഒരു ചെറിയ പ്രശ്നമുണ്ടായി, ഒരു ചെറിയ ആവശ്യം. മഹല്ലിൽ നാളത്തെ ദിവസം മഹല്ല് കമ്മിറ്റി ഒരു ദിക്ർ തീരുമാനിച്ചു. എവിടെയും തോറ്റുകൊടുക്കലാണ്. സിയർ അഅ്ലാമുൻ നുബലായിൽ ദഹബി ഗൗസുൽ ആലമിനെ പഠിച്ച് നിരീക്ഷണം നടത്തിയിട്ടൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. 20ാമത്തെ വാള്യത്തിൽ കാണാം 25 വാള്യമുണ്ട്. 20ാമത്തെ വാള്യത്തിൽ സിയർ അഅ്ലാമുൻ നുബലായിൽ ദഹബി ഒരു നിരീക്ഷണം ഗൗസുൽ ആലമിനെ പറ്റി പറയുന്നുണ്ട്. ആര് വിലായത്തിന്റെ വാതിൽ അന്വേഷിക്കുന്നു അവൻ ഫറലുകളെല്ലാം കൃത്യമായി ചെയ്ത് തൗബ ചെയ്ത് ജനങ്ങളോടുള്ള കലഹം ഒഴിവാക്കി ജനങ്ങളോടുള്ള വാശിയും വൈരാഗ്യവും ഒഴിവാക്കി അവർക്ക് തോറ്റുകൊടുക്കാനുള്ള മനസ്ഥിതി ആർക്കുണ്ടോ അവനല്ലാതെ കണ്ട് വിലായത്തിന്റെ ബാബ് രുചിക്കാൻ, വിലായത്തിന്റെ വാതിക്കലേക്ക് എത്താൻ സാധ്യമല്ല. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ വാക്കെടുത്തുകൊണ്ട് റഹബി സിയർ അഅ്ലാമുൻ നുബലായിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ്ട് പണ്ഡിത ലോകത്തിലെ വലിയവരെയെല്ലാം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ നാളത്തെ ദിവസത്തേക്ക് വേണ്ടി സാധുവായി ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒത്തിരി പ്രവർത്തനം, 5000 കലണ്ടർ, 2000-ഓളം കാർഡുകൾ. ഏതാണ്ട് യുഎഇയുടെ എല്ലാ രാജ്യം, സൗദി അറേബ്യ, അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ, എല്ലാ ഭാഗത്തേക്കും അതിന്റെ കോപ്പികൾ പോയിരുന്നു, നാടിന്റെ എല്ലാ ഭാഗത്തും. അങ്ങനെ 7000 സ്ഥലത്ത് എഴുതിയതാണ് നാളെയാണ് ദിക്റെന്ന്. പക്ഷേ ഒരു നാടിന്റെ കമ്മിറ്റി നാളെ എന്ന് തീരുമാനിച്ചപ്പോൾ ചിന്തിച്ചില്ല, അവിടെ തോറ്റുകൊടുക്കലും പിന്മാറലുമാണ് ഒരു പണ്ഡിതോചിതമായ തീരുമാനം എന്ന് പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഹബ്ബീങ്ങളും കമ്മിറ്റിക്കാരും പറയുകയും തീരുമാനിക്കുകയും ചെയ്തതനുസരിച്ചാണ് ഇന്നിവിടെ ഈ ദിക്ർ നടക്കുന്നത്. അതിന്റെ ചില പോരായ്മകൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതന്മാർ, മുഹബ്ബീങ്ങൾ, ദാക്കിരീങ്ങൾ, ആശിഖീങ്ങൾ, ജലാലിയത്തിന്റെ അഹ്ലുകാർ, ദാറുൽ ഹക്കമിന്റെ മുഹബ്ബീങ്ങൾ അതിൽ സഹകരിക്കുമെന്ന് എനിക്കറിയാം. ദിക്ർ 28 വർഷമായി പാണാവള്ളിയിൽ നടക്കുന്നു. പള്ളിയിൽ, വീടുകളിൽ. ഇപ്പോൾ ദാറുൽ ഹക്കമിൽ നാളെയാണ് നടക്കേണ്ടത്, 17-ാം തീയതി. 7000 സ്ഥലത്തത് എഴുതിപ്പോയതാണ്. എന്നിരുന്നാലും ഇവിടുത്തെ ഒരു ജമാഅത്ത് കമ്മിറ്റി അത് തീരുമാനിച്ചപ്പോൾ നാളെ ആ ദിക്റിൽ ഞാൻ കൂടണം, ഇവിടെ നടത്തിയാൽ എനിക്കത് കൂടാൻ സാധ്യമല്ല എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദിക്ർ നടത്തി. 2 ദിക്റും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ.
രണ്ടും ഔസല്ലാദമിന്റെ ആ മഹബത്ത് നിലനിർത്താൻ റബ്ബിന്റെ പൊരുത്തം കിട്ടുവാനുള്ള ഒരു മജ്ലിസായി അള്ളാഹു അംഗീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും എന്നോട് കൂടെ 3 പ്രാവശ്യം ഒന്ന് ഔസല്ലാദമിന്റെ പേര് ചൊല്ലേ. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസു യാ ഒരു ബ്രേക്ക് എടുക്ക്. يا غوث يا محي الدين عبد القادر جيلاني 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 الله يا غوث يا محي الدين عبد القادر جيلاني محي الدين عبد القادر جيلاني يا غوث يا محي الدين عبد القادر جيلاني الله يا غوث يا محي الدين عبد القادر جيلاني يا غوث الدين عبد القادر جيلاني എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. എല്ലാവരും എനിക്ക് 11-ാം രാവ് ദിക്ർ അത് വരുന്ന വ്യാഴാഴ്ച 21-ാം തീയതിയാണ്. അതാണ് പണാവള്ളിയിൽ പള്ളിയിൽ നടക്കേണ്ടത്. അതിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് നാം 16-ാം തീയതി വന്നത്. 17-ാം തീയതിയാണ് നാം നടത്തേണ്ടത്. എല്ലാം അല്ലാഹു തആല മുമ്പേ എഴുതി വെച്ചതാണ്.
ഓഥല്ലാദം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആർക്കാണോ വിലായത്തിന്റെ ബാബ് രുചിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭാഗ്യമുള്ളത്, അവൻ തോൽക്കുന്നവനാണ്, താഴ്ന്നു കൊടുക്കുന്നവനാണ് എന്നുള്ള മഖാല നാം സ്വീകരിക്കുന്നു. റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങൾ സഞ്ചരിച്ച വഴിയിൽ ഞങ്ങളെയും നീ സഞ്ചരിപ്പിക്കണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ആമീനും ദിക്റും സ്വലാത്തും ഒക്കെ വരട്ടെ. നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ മലായിക്കത്തുകളെ കൊണ്ട്, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൊണ്ട്, ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദിക്റും സ്വലാത്തും ഇങ്ങോട്ട് കേൾക്കണം, തർലിയത്തും സ്വലാത്തും എല്ലാം ഇങ്ങോട്ട് കേൾക്കണം. ആ രൂപത്തിലാവട്ടെ നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്. നസീഹത്ത് നടക്കും. വളരെ നന്നായി ലയിച്ച് ആടിക്കുഴഞ്ഞ് നമുക്ക് ജലാലിയത്ത് ചൊല്ലണം. വളരെ പെട്ടെന്ന് പിരിയുകയും വേണം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ പരുത്തി പറയുന്നില്ല. എനിക്ക് ആഭിമാനം പറയാനുള്ളത്, ഔഫുല്ലാദം റളിയല്ലാഹു അൻഹു ലോകം കണ്ട പ്രതിഭകളിൽ സ്വഹാബത്തിന് ശേഷം ഏറ്റവും വലിയ കറാമത്ത് കൊണ്ട് അറിയപ്പെട്ടവരാണെന്ന് അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു അത് ഇജ്മാഅാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകം അംഗീകരിച്ച സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തവണ ഞാൻ മദീനത്തെ 12-ാം രാവിലും 12-നും മദീനയിൽ റൗളയോട് അടുത്ത സ്ഥലത്ത്, ഹറമിനോട് അടുത്ത സ്ഥലത്ത് മൗലിദിന് കൂടാൻ ഭാഗ്യം കിട്ടി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. മക്കത്ത് വലിയ വലിയ സാദാത്തുക്കൾ പണ്ഡിതന്മാർ നടത്തുന്ന ഒന്നാം തരം ഷാദുലി ഹൽക്കകളിൽ പങ്കെടുക്കാൻ പറ്റി. യാ ഷാദുലി എന്നെല്ലാം മുമ്പ് ചെല്ലുമ്പോൾ ഇവിടത്തെ ചില വിഭാഗങ്ങൾ അതിനെ ആക്ഷേപിക്കുമ്പോൾ മക്കത്തും മദീനത്തും ഇത് കേൾക്കുകയില്ലെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ അവിടെ യാ ഷാദുലിനെ കേട്ടപ്പോൾ തുല്യതയില്ലാത്ത യാ ഷാദുലിയാണ്. ഈ നാട്ടിൽ കേൾക്കുന്ന പോലെയല്ല. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ ഹദീസിന്റെ പണ്ഡിതന്മാർ, അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട് 1000 ഹദീസ് സനദോടുകൂടി പറയാൻ പറ്റുന്ന കുട്ടിയാണ് ഈ ഇരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ഒന്നാം തരം അറബികൾ, അവരുടെ ആയിൽ കേൾക്കുമ്പോൾ നമുക്ക് മഖ്റജ് കൊണ്ടറിയാം ഇത് അറബിയാണെന്ന്. നാം എല്ലാം നാവിന്റെ ഉള്ളിൽ വെച്ച് വായുടെ ഉള്ളിൽ എന്തോ വെക്കുന്ന പോലെയാണ് ദിക്റും സ്വലാത്തും. ഒന്നും ഷൗക്കില്ല, പുറത്തേക്ക് വരികയില്ല. ദിക്ർ ചൊല്ലിയാൽ പ്രത്യേകിച്ച് ദിക്റിന് രസത്തോടുകൂടി ചെല്ലണ്ടേ, രസം വരണ്ടേ ദിക്റിന്. സത്യത്തിൽ ആടിക്കൊഴിഞ്ഞു പോകുന്നത് അറബികളുടെ ദിക്ർ കേൾക്കുമ്പോഴാണ്. മക്കത്ത് നിന്നാണ്, മദീനത്ത് നിന്നാണ്. ഉമറുൽ കാമിലിയെ പോലെയുള്ള വലിയ ലോക പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വലിയ ലോക പണ്ഡിതന്മാർ. അവിടെയെല്ലാം ഷാദുലിയത്ത് വ്യാപിച്ചപ്പോൾ മഗ്റബിക്കാരനായ മഹാനായ ഷാദുലി ഇമാമ് തനിക്ക് മൊറോക്കോവിൽ നിൽക്കക്കള്ളിയില്ലാതെ കണ്ട് ഓടിപ്പോയി മൂപ്പർ. അങ്ങനെ ഈജിപ്തിലേക്ക് വന്നപ്പോൾ മൊറോക്കോയിലെ ജനങ്ങൾ വിവരമറിയിച്ചു, കള്ളനാണ്, നാട്ടിൽ നിന്ന് ഓടിച്ച ആളാണ്, ഈജിപ്തിൽ കയറ്റരുത്, മോശക്കാരനാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് വന്നപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, നിൽക്കക്കള്ളിക്ക് വേണ്ടി ഒരു കുട്ടിയോട് ചോദിച്ചു, മുലപ്പാൽ കുടിക്കുന്ന മുലക്കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഞാൻ ആരാണ് മോനെ? അന്ത ഷാദുലി. ജനം അമ്പരന്നു, വഹി നിലച്ചു, ജിബ്രീൽ വരുന്നില്ല, ഈസ നബിയുടെ കാലം കഴിഞ്ഞു. കുഞ്ഞു കുട്ടി ഷാദുലി ഇമാമിനോട് സംസാരിക്കുന്നു. മൻ അന അന്ത ഷാദുലി മനിൽ ഖുത്ബു. കുഞ്ഞു കുട്ടി മറുപടി പറയുന്നു, അന്ത ഖുത്ബുൻ. ഈ ലോകത്തെ ചക്രവർത്തിമാർ, ഔലിയാക്കന്മാരുടെ ചക്രവർത്തി ഖുത്ബാകുന്നു. പിടിച്ചു നിൽക്ക കള്ളിക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നു ഷാദുലി ഇമാമ്.
സ്വന്തം നാട്ടുകാർ ബഹിഷ്കരിച്ചു. മൊറോക്കോവിൽ നിന്ന് ഓടിപ്പോന്നു, ഫാസിൽ നിന്ന് ഓടിപ്പോന്നു. അങ്ങനെ ഈജിപ്തിൽ വന്നപ്പോൾ സാഹിറാണ്, ആ വിചാരകനാണ്, കൊള്ളരുതാത്തവനാണ്, മോശക്കാരനാണ്, നാട് ബഹിഷ്കരിച്ചവനാണ്. ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞപ്പോൾ നിൽക്കക്കള്ളിക്ക് വേണ്ടി കറാമത്ത് കാണിച്ച മഹാനായ ഷാദുൽ ഇമാമിന്റെ തരീഖത്താണ് ആ പടിഞ്ഞാറൻ രാജ്യത്ത് മുഴുവൻ പ്രചരിച്ചതെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ യമനിലും അതുപോലെ തന്നെ മുസ്ലിംകൾ കൂടുതലുള്ള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലും പ്രചരിച്ചത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ തരീഖത്താണ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ തരീഖത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എങ്ങ് ചെന്നാലും അല്ലാഹു ഹാദിരി ചൊല്ലേ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദ്, അല്ലാഹു മഈ. തങ്ങളും ആലിമും സയ്യിദും ചെറിയവരും വലിയവരും ആണും പെണ്ണും ഏവർക്കും അറിയാവുന്നത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ ദിക്റാണ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ ദിക്റാണ്. എന്നാൽ ഷാദുലിയത്ത് നമ്മളുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷാദുലിയത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആ ത്വരീഖത്തിന്റെ ഒരു അദബാണ് ലാ ഇലാഹ അങ്ങനെ ഒരു 3 എണ്ണം ചൊല്ലിയിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ നിൽക്കട്ടെ. അതാണ് ഏത് നിസ്കാരത്തിന് ശേഷവും നമ്മളവിടെ സലാത്തല്ലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്, ദിക്റാണ്. അത് ഷാദുലിയത്തിന്റെ ഒരു അസ്ലാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതുമാവട്ടെ, ഈ ഖാദിരിയത്ത് നമ്മുടെ ലോകത്ത് നാട്ടിൽ പ്രചരിച്ചതനുസരിച്ചു നമ്മുടെ നാട്ടിലും പ്രചരണം വന്നു. അൽഹംദുലില്ലാഹ്. തരീഖത്തിന്റെ ദിക്ർ പ്രചരിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മശായിഖന്മാർ ഒരു ദിക്ർ മാത്രമല്ല ഇവിടെ പ്രചരിപ്പിച്ചത്, ദീനിന്റെ ഖിവാമാണ് ദിക്ർ കൊണ്ട് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ആ ദീനിന്റെ റൂഹ് ഇൽമാണ്. ദീനിന്റെ റൂഹ് ഇൽമാണ്. ആ ഇൽമിന് വേണ്ടി അവർ ഖിദ്മത്ത് ചെയ്തിരുന്നു. നമുക്ക് ഈ തലമുറക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ എല്ലാവരും അവര് ആലിമീങ്ങൾ ഉസ്താദുമാരായിരുന്നത് പോലെ ത്വരീഖത്തിന്റെ ശൈഖന്മാരായിരുന്നു. ഇന്നും നാമും നമ്മുടെ ചുറ്റുഭാഗത്ത് നടത്ത് ജീവിക്കുന്നവരും ബദരിയത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ, ശുഹദാഉൽ ബദർ ചെല്ലുന്നുണ്ടെങ്കിൽ അത് മുഴുവനും മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ പതിയുസ്താദിന്റെ ഉസ്താദാകുന്ന വഴക്കളം ഉസ്താദിന്റെ ശരീക്കാകുന്ന തുർഫയുടെ ഹാഷിയുടെ സറഹ് എഴുതിയ മുഹമ്മദ് അലി തങ്ങളിലേക്ക് എത്തുന്നു തുന്നംപീടൻ. ഇങ്ങനെ അല്ലാതെ കണ്ട് ഇൽമിന്റെ വഴിയിലൂടെ അല്ലാതെ കണ്ട് ഇവിടെ പ്രചരിച്ചിട്ടില്ല. ഒരു പണ്ഡിത സദസ്സ് മാത്രമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ദാറുൽ ഹിക്മയിലാണ് ഇത് നടക്കുന്നതെങ്കിൽ പണ്ഡിത ക്ലാസോടുകൂടെ, ചർച്ചാ ക്ലാസോടുകൂടെ, സെമിനാറുകളോടുകൂടെ ഒരു ദിക്റായിരിക്കും നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ താമസമില്ലാതെ കണ്ട്, നിങ്ങൾ കണ്ടില്ലേ 3-ാം നിലയുടെ 3/4 ഭാഗവും വാർത്തു കഴിഞ്ഞു. റബ്ബേ അൽഹംദുലില്ലാഹ്, റബ്ബ് തന്ന വലിയ തൗഫീഖാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥാപനമാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിന്റെ 3-ാം നിലയുടെ 3/4 ഭാഗവും വാർത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആരക്കണം. റമദാനോടുകൂടെ അത് തീർക്കണം. നമ്മുടെ റഈസുൽ ഉലമ, നമ്മുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, ലോകമറിയപ്പെടുന്ന നമ്മുടെ ഖമറുൽ ഉലമ, നമ്മുടെ താജുൽ ഉലമയാണ് അതിന് കല്ലിട്ടത്. അവരെല്ലാം കാലുകുത്തി അതിൽ ബുഖാരി ദർസ് നടത്തുന്നത് കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്. ഏറ്റവും വലിയ ആഗ്രഹമാണത്. അല്ലാഹുവേ, നിന്റെ ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഔദുൽ ആലമിന്റെ തരീഖത്തനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്.
അവസാനമായി ഞാൻ പറയുന്നു, ലോകം മുഴുവൻ കോഴയുടെ പിടിയിലാണ്, അഴിമതിയുടെ പിടിയിലാണ്. അനാചാരത്തിന്റെ പിടിയിലാണ്, അധർമ്മത്തിന്റെ പിടിയിലാണ്, ചൂഷണത്തിന്റെ പിടിയിലാണ്. ഈ സമയത്ത് ഈ വെള്ളത്തലേക്കെട്ടിനും ഈ വെള്ളക്കുപ്പായത്തിനും ഈ വെള്ള വസ്ത്രത്തിനും ഈ ദിക്റിനും സ്വലാത്തിനും സ്ഥാനമില്ല എന്ന് കണ്ടവരും അവരെല്ലാം തോറ്റിരിക്കുന്നു. ഇതിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ, ഇൽമിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ. ഇൻഷാ അല്ലാഹ് അനധിവിദൂര ഭാവിയിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഹൈക്കോടതിയിലും നമ്മുടെ നിയമസഭയിലും നമ്മുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും പണ്ഡിതന്മാരായ തലേക്കെട്ടുള്ള വേഷധാരികളായ വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ മഹാനായ കാന്തപുരത്തിന്റെ കീഴിൽ ഒരു വലിയ ദഅ്വ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ സടകുടഞ്ഞ് എഴുന്നേറ്റ് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിലുള്ള ഒരു ചെറിയ കണ്ണിയാണ് ഇവിടെ ദാറുൽ ഹക്കം. അള്ളാഹു അത് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദുആഇറക്കണം, സഹായിക്കണം, സഹകരിക്കണം, എന്തെല്ലാം പറ്റുമോ അതെല്ലാം ചെയ്തു തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധർമ്മം നിറഞ്ഞ ലോകത്ത് 10 രൂപക്ക് വേണ്ടി മുസ്ലിയാരെയും തങ്ങളെയും പേപ്പറിലും പത്രമാസികളിലും ആക്ഷേപിക്കുന്ന ഈ ലോകത്ത് കോടികൾ വാങ്ങുന്ന, ലോകത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ കോടികൾ കോഴ വാങ്ങി ജീവിക്കുന്ന ഈ ലോകത്ത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ കളവു പാറയല്ലെന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിലേക്ക് ഉമ്മ കൊടുത്ത സ്വർണമേൽപ്പിച്ച ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ മുരീദുമാരും മുഹദ്ദികളും നിറഞ്ഞ ഈ ലോകം നമുക്ക് സന്തോഷമാണ്. അതിലേക്ക് മുന്നോട്ട് പോകാൻ ഈ വേദികൾ, ഈ ദർസ്, ഈ കോളേജ്, ഈ ദിക്ർ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദിക്റിലേക്ക് കടക്കുകയാണ്. ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ദാറുൽ ഹക്കം അതിൽ ഇപ്പോൾ 8, 9, 10 3 ബാച്ചുണ്ട്. അടുത്ത തവണ +1 ആണ്. നിങ്ങളുടെ കുട്ടികളിൽ നിന്നും സമർത്ഥരായ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കണം. മറ്റൊരു പുതിയ സംരംഭം ഇത്തവണ തുടങ്ങുന്നുണ്ട്. 10 വയസ്സുള്ള 4 നിന്ന് 5ലേക്ക് ജയിച്ച സമർത്ഥരായ കുട്ടികളെ ഹിഫ്ളിലേക്ക് എടുക്കുന്നു. ഒരു 15 കുട്ടികളെ. അപ്പോൾ 5, 6, 7 വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കും. അതുപോലെ തന്നെ 3 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരു സംവിധാനം. ഒരു 15 കുട്ടികൾ. അൽഹംദുലില്ലാഹ് പല രക്ഷിതാക്കളും ഇന്നൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് എന്നെ ഇവിടെ ദർസിൽ എടുക്കണമെന്ന് പറഞ്ഞു. അവന്റെ ഉദ്ദേശം തഹ്ഫീദുൽ ഖുർആനിലേക്ക് എടുക്കണമെന്നാണ്. അവൻ നേരിട്ട് വന്ന് പറഞ്ഞു. അതുപോലെ കുറെ കുട്ടികൾ, 5ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള ആ കുഞ്ഞുങ്ങളുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം ശുദ്ധീകരിച്ചു കൊടുക്കലൊന്നും വിഷയമാകുന്നില്ല. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു തഹ്ഫീദുൽ ഖുർആൻ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളിൽ നിന്നും സമർത്ഥരായ കുട്ടികളെ ഇതിലേക്ക് വിടണം. ഞാനിപ്പോൾ ഒരു ഉംറ കഴിഞ്ഞ് വന്നതാണ്. 61 ദിവസത്തോളം ഞാൻ സൗദി അറേബ്യയിൽ താമസിച്ചു. കുറെ ദിവസം മക്കത്തും മദീനത്തും താമസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. എന്റെ മജ്‌ലിസിൽ കൂടുന്ന ഒരാളെയും ഒഴിവാക്കാതെ കബറൂട്ടെ ഇവിടെ ഇരിക്കാം, ഒരാളെയും ഒഴിവാക്കാതെ കണ്ട് എന്റെ സംഘടനാ ബന്ധുക്കൾ, എന്റെ മുഹദ്ദീങ്ങൾ, നമ്മുടെ മജ്‌ലിസിൽ വരുന്നവർ ആരെയും ഒഴിവാക്കാതെ കണ്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ വരട്ടെ, കൊള്ളിരിക്കാം. അപ്പോൾ ബഹുമാനികളെ,
പറഞ്ഞു വന്നത് തഹ്ഫീദുൽ ഖുർആനിലേക്കുള്ള കുട്ടികൾ ഈ സ്കൂൾ പരീക്ഷ കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് തുടങ്ങും. അതിനു മുമ്പ് തന്നെ 4 നിന്ന് 5 ജയിച്ച കുട്ടികൾ, ഒരു 10 വയസ്സുള്ള കുട്ടികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉംറക്ക് പോകുന്നതിന് മുമ്പ് എറണാകുളം ഒരു വലിയ വീട്ടിലേക്ക് എനിക്കൊരു ദൈവത്തുണ്ടായി. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരി അളിയനുമുണ്ട്, അവർ ഇപ്പോൾ യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ്, ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ലണ്ടനിലേക്ക് പോവുകയാണ്. ഭാര്യയും ഡോക്ടറാണ്, ഭർത്താവ് അയാളും ഡോക്ടറാണ്. ഞങ്ങൾ വന്നത് 2 ആൺകുട്ടികളാണ്. അൽഹംദുലില്ലാ 2 പേരെയും ബാംഗ്ലൂരിൽ നിർത്തി 2 വർഷം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കി. ഇവരെ ഡോക്ടറാക്കണം തന്നെ എൻ്റെ തീരുമാനം. പക്ഷേ ഖുർആൻ ഹിഫ്ളാക്കിയാൽ എല്ലാ ഇൽമും സഹിലാകും. അതുകൊണ്ട് ഇവരെ ഖുർആൻ ഹിഫ്ളാക്കി കൊണ്ടുപോയാണ്. അവർ, ഞാനും മോശക്കാരൻ തന്നെ, എന്നാൽ അവർ ഉസ്താദ് ഒന്ന് തല വെച്ച് ദ്വാരപ്പിക്കാൻ വേണ്ട ഞങ്ങൾ കാത്തു നിന്നത് എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, നാം ഇൽമിലും സമ്പത്തിലും സംസ്കാരത്തിലും ഉയർന്നവരാണെന്ന് നടിക്കുന്നെങ്കിലും ലോകം കണ്ട അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ലണ്ടനിൽ മുഖം നായയുടെയും ഉടൽ മനുഷ്യൻ്റെതുമായ ഒരു ജീവിയെ ഞാൻ കണ്ടു, മനുഷ്യനായിട്ട് തന്നെ അംഗീകരിച്ചു. ഈ നമ്മുടെ വൈൻ അലാക്കൽബും നമ്മുടെ ഫത്തോൽമയും പറഞ്ഞതാണ്. അന്നോട്ടെ അന്വേഷിച്ച് നടക്കുന്ന, പക്ഷെ കണ്ടൊരാളെ കണ്ടത് ഇപ്പോഴാണെന്ന് മാത്രം. ഇതുമാവട്ടെ, ഉയർന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഖുർആൻ ഹിഫ്ളാക്കിയാൽ ഏത് ഇൽമും സഹിലാകും, എളുപ്പമാകും. നമുക്കും അതിന് സമയമായില്ലേ? ഒരു കുട്ടി ഹിഫ്ളാക്കിയാൽ ഉറപ്പായി 20 പേരെ ആ കുടുംബത്തിൽ നിന്ന് ആ കുട്ടി ശുഫാഅത്ത് ചെയ്യും എന്നല്ല അത്യാധുനികനായ ഇബ്നു ജൗസി തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു. 1,00,000 പേരെ ദഅവത്ത് ചെയ്യാൻ ഈ ഖുർആൻ ഹിഫ്ളാക്കിയാൽ ശഫാഅത്ത് ചെയ്യുമെന്നാണ് എന്റെ രേഖയിൽ ഞാൻ കണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയ ഗ്രന്ഥകാരനായ, ഒരു പരിധിവരെ ഉൽപ്പതിഷ്ണുവായ ഇബ്നു ജൗസിയാണ് എഴുതുന്നത്. സഹോദരന്മാരെ, നമുക്കും വേണ്ടേ ഒരു ശഫാഅത്ത് ചെയ്യാൻ ഒരാള്, നമുക്കും വേണ്ടേ രക്ഷപ്പെടുത്താൻ ഒരാള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റഷീദ് ബാക്കവി ഷെയ്ഖുനാന്റെ പ്രധാന മുരീദായ ഷംസു ഷിഹാബുദ്ദീൻ ഉസ്താദ് എല്ലാം കടന്നു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഓക്കെ, ഉസ്താദിന്റെ കുടുംബത്തിലുള്ള റഷീദ് ബാക്കവി, അതുപോലെ തന്നെ ഷെയ്ഖുനാന്റെ പ്രധാന മുരീദാണ് നമ്മുടെ ജലാലിയത്തിന്റെ പ്രധാന മുരീദായ ഷിഹാബുദ്ദീൻ മുസ്ലിയാരെല്ലാം പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, നമുക്കും വേണ്ടേ ഒരു ഹിഫ്ള് പഠിച്ച ഒരു കുട്ടി? ആണും വേണം, പെണ്ണും വേണം. പെൺകുട്ടികളും ഹിഫ്ളാക്കണം, ആൺകുഞ്ഞുങ്ങളും ഹിഫ്ളാക്കണം. ഇൻഷാ അല്ലാഹ് പെൺകുട്ടികളെ നമുക്ക് ചിന്തിക്കാം, സമയമുണ്ട്. ആൺകുട്ടികളെ എന്താണെങ്കിലും നമുക്ക് ഇക്കൊല്ലം തുടങ്ങാൻ പോകുന്നു. താല്പര്യമുള്ളവരല്ല, താല്പര്യം ഉണ്ടാക്കണം. ഉള്ളവരല്ല, മക്കളുള്ളവർ ഒരു കുട്ടിയെങ്കിലും ഹാഫിളാവട്ടെ. ഖുർആൻ ഈമാന്റെ തോതനുസരിച്ചാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അയക്കണം. അതായിരിക്കും നിങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ സഹായം. ഇതിന്റെ ദൈവത്തെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണം. ആകുന്ന രൂപത്തിൽ അതിനെ സഹായിക്കണം. ഏറ്റവും വലുതായി ഈ ചെയ്യുന്ന ഇബാദത്ത്, ഈ ചെയ്യുന്ന സേവനം, ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സഹോദരന്മാരെ, കിതാബ് നോക്കിയപ്പോൾ കാണുന്ന ഒരു സംഭവം, 40 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ചു. 40 കൊല്ലവും ജോലിക്ക് പോകും. ഉമ്മയും വാപ്പയും നോമ്പ് പിടിച്ചെന്നറിയില്ല. ആ ടിഫിൻ പാത്രവുമായിട്ടാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഉമ്മയും വാപ്പയും ഭാര്യയും ഓർക്കും, മകന് നോമ്പില്ല, മകൻ സാധാരണക്കാരനാണ്, നോമ്പ് പിടിക്കുന്നവനല്ല. ആ കൊണ്ടുപോയ ഭക്ഷണം 40 കൊല്ലവും സദഖ ചെയ്യും.
വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് അല്പം വെള്ളം കുടിച്ചുകൊണ്ട് സാധാരണ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും. 40 കൊല്ലവും താൻ നോമ്പുകാരനാണെന്ന് പുറത്തു പറഞ്ഞിട്ടില്ല. ഒരു തിങ്കളാഴ്ച നോമ്പ് ദാരിമി പിടിച്ചാൽ, ഒരു ആഷൂറാന്റെ നോമ്പ് പിടിച്ചാൽ, ഒരു അറഫന്റെ നോമ്പ് പിടിച്ചാൽ ഫോൺ വിളിക്കുന്നവർ ശബ്ദത്തിന് പതർച്ചയുള്ളപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോമ്പാണെന്ന് പറയുന്ന പമ്പര വിഡ്ഢിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സഹോദരന്മാരെ, 40 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ചിട്ട് സ്വന്തം പ്രസവിച്ച ഉമ്മയോ ജന്മം നൽകിയ വാപ്പയോ കൂടെ ജീവിക്കുന്ന ഭാര്യയോ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഇഖ്ലാസ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫുളൈലി തങ്ങൾ പറഞ്ഞില്ലേ, നിന്റെ ദിക്റിന്റെ ആട്ടം കണ്ടിട്ട് ജനങ്ങൾ നീ സൂഫിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ദജ്ജാലിന്റെ സ്ഥാനത്താണെന്നാണ് സൂഫിയാക്കളുടെ നേതാവായ ഫുളൈലി തങ്ങൾ പഠിപ്പിച്ചത്. നീളക്കുപ്പായവും നീലത്തലപ്പാവും ധരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ വേഷം ധരിച്ച് ഈ കിബിർ പറയുന്ന ഞങ്ങളെ റബ്ബേ നിനക്കാവശ്യമില്ല റബ്ബേ, എന്നാലും ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ദീനിന് ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ഞങ്ങൾക്കൊന്ന് നന്നായി കിട്ടേണ്ടതുണ്ട് റബ്ബേ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ദുആരക്കണം. ഈ 12,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിതത് എൻ്റെ പൈസ കൊണ്ട് മാത്രമല്ല, എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, എൻ്റെ മുഹിബ്ബീങ്ങളായ നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ റെസിപ്റ്റില്ലാതെ കണ്ടല്ലേ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. റബ്ബേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സംശയമില്ല. ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് വാങ്ങി നരകത്തിലേക്ക് പോകുന്ന ഒരു ഗതികേട് എനിക്ക് വരരുത് സഹോദരന്മാരെ, എൻ്റെ മക്കൾക്ക് വരരുത്. നിങ്ങൾ തന്ന പൈസ 10 പൈസ ഹറാമായത് എൻ്റെ വയറ്റിലേക്ക് പോകരുത്. നിങ്ങളെല്ലാവരും ദുആരക്കണം. ഇഖ്ലാസോടുകൂടെ റബ്ബിന്റെ പൊരുത്തത്തിലായി ഇത് മുന്നോട്ട് കൊണ്ടുപോയി സ്വർഗത്തിലെത്തി ഓസല്ലാലമ കാണുമ്പോൾ അവിടത്തെ ദിക്ർ ചൊല്ലിയതിന്റെ ബർക്കത്താണെന്നൊരു വേർതിരിവുണ്ടാവാൻ, ഒരു തിരിച്ചറിവുണ്ടാകാൻ. അസ്വലാത്തു സിലത്തുൻ, സ്വലാത്ത് വേർതിരിച്ചറിയുന്ന ഒരു ബന്ധമാണ്. പുന്നാര നബിയുടെ അടുക്കൽ ഒന്ന് മഖ്ബൂലായി കിട്ടാൻ വേണ്ടി, ഒന്ന് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എന്നിട്ട് ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞ ആയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കുക. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യമുള്ളവരോടുകൂടെ സത്യവാന്മാരോടുകൂടെ ആവണം. സഹോദരന്മാരെ, ലോകത്ത് വലിയ സൽപാദാവ് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ 100% അംഗീകരിച്ചു ജീവിച്ച ഖുത്ബുൽ അഖ്താബ് തങ്ങളെ 100% അംഗീകരിച്ച, ഈ കോട്ടൂപ്പള്ളി ഉണ്ടാക്കിയ, നെട്ടൂപ്പള്ളി ഉണ്ടാക്കിയ, ചെമ്പിട്ട പള്ളി ഉണ്ടാക്കിയ, കണ്ണൂർ സിറ്റി പള്ളി ഉണ്ടാക്കിയ മൗല തങ്ങൾ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടെ നിന്ന് തരീഖത്ത് കൊടുത്തത് 2 പേർക്കാണ്. ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ നമ്മുടെ കായൽ പട്ടണത്തുള്ള ഉമറുൽ ഖാഹിരി തങ്ങൾക്കും. ഉമറുൽ ഖാഹിരി തങ്ങളുടെ തരീഖത്ത് പ്രചരിച്ചു. അതങ്ങനെ വ്യാപിച്ചു കീഴക്കരയിലെത്തിയപ്പോൾ 156ഓളം ഗ്രന്ഥങ്ങൾ, അറബി ഗ്രന്ഥങ്ങൾ രചിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ കാലക്കാരനായ മഹാനായ ഇമാമുൽ അറൂസ് തങ്ങൾ അതിനൊരു കോർവയുണ്ടാക്കി. അറൂസിയ്യത്തുൽ ജലാലിയ എന്നൊരു പേര് വെച്ചു. ആ ത്വരീഖത്തിന്റെ ദിക്റാണ് ശുഐബ് ആലം ഖാദിരി തങ്ങൾ. നമ്മുടെ ശിഹാബുദ്ദീൻ ഉസ്താദിന്റെ ഷെയ്ഖ് 14-15 വർഷം നിരന്തരം ഷെയ്ഖുമായി ബന്ധപ്പെട്ടവരാണവർ. അതുപോലെ തന്നെ ഓക്കെ ഉസ്താദിന്റെ കുടുംബത്തുള്ള റഷീദ് ബാഖവി ഉസ്താദ് ഒഴിവാക്കി. അവർക്ക് തോറ്റുകൊടുക്കാനുള്ള മനസ്ഥിതി ആർക്കുണ്ടോ അവനല്ലാതെ കണ്ട് വിലായത്തിന്റെ ബാബ് രുചിക്കാൻ, വിലായത്തിന്റെ വാതുക്കലേക്ക് എത്താൻ സാധ്യമല്ല. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ വാക്കെടുത്തുകൊണ്ട് വഹബി
സിയർ അലാമിൻ നുബലായിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ്ട് പണ്ഡിത ലോകത്തിലെ വലിയവരെയെല്ലാം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ നാളത്തെ ദിവസത്തേക്ക് വേണ്ടി സാധുവായി ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒത്തിരി പ്രവർത്തനം, 5000 കലണ്ടർ, 2000-ഓളം കാർഡുകൾ. ഏതാണ്ട് UAE-യുടെ എല്ലാ രാജ്യം, സൗദി അറേബ്യ, അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ, എല്ലാ ഭാഗത്തേക്കും അതിന്റെ കോപ്പികൾ പോയിരുന്നു, നാടിന്റെ എല്ലാ ഭാഗത്തും. അങ്ങനെ 7000 സ്ഥലത്ത് എഴുതിയതാണ് നാളെയാണ് ദിക്റെന്ന്. പക്ഷേ ഒരു നാടിന്റെ കമ്മിറ്റി നാളെ എന്ന് തീരുമാനിച്ചപ്പോൾ ചിന്തിച്ചില്ല. അവിടെ തോറ്റുകൊടുക്കലും പിന്മാറലുമാണ് ഒരു പണ്ഡിതോചിതമായ തീരുമാനം എന്ന് പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഹബ്ബീങ്ങളും കമ്മിറ്റിക്കാരും പറയുകയും തീരുമാനിക്കുകയും ചെയ്തതനുസരിച്ചാണ് ഇന്നിവിടെ ഈ ദിക്ർ നടക്കുന്നത്. അതിന്റെ ചില പോരായ്മകൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട എന്റെ സ്നേഹിതന്മാർ, മുഹബ്ബീങ്ങൾ, ദാക്കിരീങ്ങൾ, ആഷിഖീങ്ങൾ, ജലാലിയത്തിന്റെ അഹിലുകാർ, ദാറുൽ ഹഖമിന്റെ മുഹബ്ബീങ്ങൾ അതിൽ സഹകരിക്കുമെന്ന് എനിക്കറിയാം. ദിക്ർ 28 വർഷമായി പാണാവള്ളിയിൽ നടക്കുന്നു. പള്ളിയിൽ, വീടുകളിൽ. ഇപ്പോൾ ദാറുൽ ഹഖമിൽ നാളെയാണ് നടക്കേണ്ടത്, 17-ാം തീയതി. 7000 സ്ഥലത്തത് എഴുതിപ്പോയതാണ്. എന്നിരുന്നാലും ഇവിടത്തെ ഒരു ജമാഅത്ത് കമ്മിറ്റി അത് തീരുമാനിച്ചപ്പോൾ നാളെ ആ ദിക്റിൽ ഞാൻ കൂടണം, ഇവിടെ നടത്തിയാൽ എനിക്കത് കൂടാൻ സാധ്യമല്ല എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദിക്ർ നടത്തി. 2 ദിക്റും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. 2 ഔസല്ലാമിന്റെ ആ മഹബ്ബത്ത് നിർത്താൻ, റബ്ബിന്റെ പൊരുത്തം കിട്ടുവാനുള്ള ഒരു മജ്ലിസായി അല്ലാഹു അംഗീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേന്ന്. എല്ലാവരും എന്നോട് കൂടെ 3 പ്രാവശ്യം ഒന്ന് ഔസല്ലാമിന്റെ പേര് ചൊല്ലേ. യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ഗൗസു യാ ഒരു ബ്രേക്ക് എടുക്ക്. يا غوث يا محي الدين عبد القادر جيلاني، 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 الله يا غوث يا محي الدين عبد القادر جيلاني، محي الدين عبد القادر جيلاني، يا غوث يا محي الدين عبد القادر جيلاني، الله يا غوث يا محي الدين عبد القادر جيلاني، يا غوث يا محي الدين عبد القادر جيلاني. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ. السلام عليك أيها النبي ورحمة الله وبركاته. السلام عليك أيها النبي ورحمة الله وبركاته.
السلام عليك أيها النبي ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. الصلاة والسلام عليك يا سيدي يا رسول الله أغثنا سريعا بإذن الله. എല്ലാവരും ഇരിക്കും. 11-ാം രാവ് ദിക്ർ അത് വരുന്ന വ്യാഴാഴ്ച 21-ാം തീയതിയാണ്. അതാണ് പണാവള്ളിയിൽ പള്ളിയിൽ നടക്കേണ്ടത്. അതിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് നാം 16-ാം തീയതി വന്നത്. 17-ാം തീയതിയാണ് നാം നടത്തേണ്ടത്. എല്ലാം അല്ലാഹു തആല മുമ്പേ എഴുതി വെച്ചതാണ്. ഓഥല്ലാഹു റളിയല്ലാഹു എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ വിലായത്തിന്റെ ബാബ് രുചിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭാഗ്യമുള്ളത് അവൻ തോൽക്കുന്നവനാണ്, താഴ്ന്നു കൊടുക്കുന്നവനാണ് എന്നുള്ള മഖാല നാം സ്വീകരിക്കുന്നു. റബ്ബേ, നിന്റെ സ്വാലിഹീങ്ങൾ സഞ്ചരിച്ച വഴിയിൽ ഞങ്ങളെയും നീ സഞ്ചരിപ്പിക്കണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ആമീനും ദിക്റും സ്വലാത്തും ഒക്കെ വരട്ടെ. നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ മലായിക്കത്തുകളെ കൊണ്ട്, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൊണ്ട്, ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദിക്റും സ്വലാത്തും ഇങ്ങോട്ട് കേൾക്കണം, തർലിയത്തും സ്വലാത്തും എല്ലാം ഇങ്ങോട്ട് കേൾക്കണം. ആ രൂപത്തിലാവട്ടെ നമ്മുടെ മജ്ലിസ് ഇൻഷാ അല്ലാഹ്. നസീഹത്ത് നടക്കും. വളരെ നന്നായി ലയിച്ച് ആടിക്കുഴഞ്ഞ് നമുക്ക് ജലാലിയത്ത് ചൊല്ലണം. വളരെ പെട്ടെന്ന് പിരിയുകയും വേണം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ പരുത്തി പറയുന്നില്ല. എനിക്ക് ആഭിമാനം പറയാനുള്ളത് ലോകം കണ്ട പ്രതിഭകളിൽ സ്വഹാബത്തിന് ശേഷം ഏറ്റവും വലിയ കറാമത്ത് കൊണ്ട് അറിയപ്പെട്ടവരാണെന്ന് അഫീഫുദ്ദീൻ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു അത് ഇജ്മാഅാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകം അംഗീകരിച്ച സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തവണ ഞാൻ മദീനത്തെ 12-ാം രാവിലും 12-നും മദീനയിൽ റൗളയോട് അടുത്ത സ്ഥലത്ത്, ഹറമിനോട് അടുത്ത സ്ഥലത്ത് മൗലിദിന് കൂടാൻ ഭാഗ്യം കിട്ടി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. മക്കത്ത് വലിയ വലിയ സാദാത്തുക്കൾ പണ്ഡിതന്മാർ നടത്തുന്ന 1-ാം തരം ഷാദുലി ഹൽഖകളിൽ പങ്കെടുക്കാൻ പറ്റി. യാ ഷാദുലി എന്നെല്ലാം മുമ്പ് ചെല്ലുമ്പോൾ ഇവിടത്തെ ചില വിഭാഗങ്ങൾ അതിനെ ആക്ഷേപിക്കുമ്പോൾ മക്കത്തും മദീനത്തും ഇത് കേൾക്കുകയില്ലെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ അവിടെ യാ ഷാദുലിയെ കേട്ടപ്പോൾ തുല്യതയില്ലാത്ത യാ ഷാദുലിയാണ്. ഈ നാട്ടിൽ കേൾക്കുന്ന പോലെയല്ല. വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ ഹദീസിന്റെ പണ്ഡിതന്മാർ, അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട് 1000 ഹദീസ് സനദോടുകൂടി പറയാൻ പറ്റുന്ന കുട്ടിയാണ് ഈ ഇരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, 1-ാം തരം അറബികൾ അവരുടെ ആയിൽ കേൾക്കുമ്പോൾ
നമുക്ക് മഖ്റജ് കൊണ്ടറിയാം ഇത് അറബിയാണെന്ന്. നാം എല്ലാം നാവിന്റെ ഉള്ളിൽ വെച്ച് വായുടെ ഉള്ളിൽ എന്തോ വെക്കുന്ന പോലെയാണ് ദിക്റും സ്വലാത്തും. ഒന്നും ഷൗക്കില്ല, പുറത്തേക്ക് വരികയില്ല. ദിക്ർ ചൊല്ലിയാൽ പ്രത്യേകിച്ച് ദിക്റൊന്ന് രസത്തോടുകൂടി ചെല്ലണ്ടേ, രസം വേണ്ട ദിക്റിന്. സത്യത്തിൽ ആടിക്കൊഴിഞ്ഞു പോകുന്നത് അറബികളുടെ ദിക്ർ കേൾക്കുമ്പോഴാണ്. മക്കത്ത് നിന്നാണ്, മദീനത്ത് നിന്നാണ്. ഉമറുൽ കാമിലിയെ പോലെയുള്ള വലിയ ലോകപണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. വലിയ ലോകപണ്ഡിതന്മാർ. അവിടെയെല്ലാം ഷാദുലിയത്ത് വ്യാപിച്ചപ്പോൾ മഗ്റബിക്കാരനായ മഹാനായ ഷാദുലി ഇമാമ് തനിക്ക് മൊറോക്കോവിൽ നിൽക്കക്കള്ളിയില്ലാതെ കണ്ട് ഓടിപ്പോയി മൂപ്പർ. അങ്ങനെ ഈജിപ്തിലേക്ക് വന്നപ്പോൾ മൊറോക്കോയിലെ ജനങ്ങൾ വിവരമറിയിച്ചു, കള്ളനാണ്, നാട്ടിൽ നിന്ന് ഓടിച്ച ആളാണ്, ഈജിപ്തിൽ കയറ്റരുത്, മോശക്കാരനാണ്. അങ്ങനെ ഈജിപ്തിലേക്ക് വന്നപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, നിൽക്കക്കള്ളിക്ക് വേണ്ടി ഒരു കുട്ടിയോട് ചോദിച്ചു, മുലപ്പാൽ കുടിക്കുന്ന മുലക്കുഞ്ഞിനോട് ചോദിച്ചു, മോനെ ഞാൻ ആരാണ് മോനെ? അന്ത ഷാദുലി. ജനം അമ്പരന്നു, വഹി നിലച്ചു, ജിബ്രീൽ വരുന്നില്ല. ഈസ നബിയുടെ കാലം കഴിഞ്ഞു. കുഞ്ഞു കുട്ടി ഷാദുലി ഇമാമിനോട് സംസാരിക്കുന്നു. മൻ അന അന്ത ഷാദുലി മനിൽ ഖുത്ബു. കുഞ്ഞു കുട്ടി മറുപടി പറയുന്നു, അന്ത ഖുത്ബുൻ. ഈ ലോകത്തെ ചക്രവർത്തിമാർ, ഔലിയാക്കന്മാരുടെ ചക്രവർത്തി കുത്തുബങ്ങാകുന്നു. പിടിച്ചു നിൽക്ക കള്ളിക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നു. ഷാദുലി ഇമാമ് സ്വന്തം നാട്ടുകാർ ബഹിഷ്കരിച്ചു. മൊറോക്കോവിൽ നിന്ന് ഓടിപ്പോന്നു, ഫാസിൽ നിന്ന് ഓടിപ്പോന്നു. അങ്ങനെ ഈജിപ്തിൽ വന്നപ്പോൾ സാഹിറാണ്, ആ വിചാരകനാണ്, കൊള്ളരുതാത്തവനാണ്, മോശക്കാരനാണ്, നാട് ബഹിഷ്കരിച്ചവനാണ്. ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞപ്പോൾ നിൽക്കക്കള്ളിക്ക് വേണ്ടി കറാമത്ത് കാണിച്ച മഹാനായ ഷാദുലി ഇമാമിന്റെ തരീക്കത്താണ് ആ പടിഞ്ഞാറൻ രാജ്യത്ത് മുഴുവൻ പ്രചരിച്ചതെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ യമനിലും അതുപോലെ തന്നെ മുസ്ലിംകൾ കൂടുതലുള്ള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെയുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലും പ്രചരിച്ചത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ തരീക്കത്താണ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ തരീക്കത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എങ്ങ് ചെന്നാലും അല്ലാഹു ഹാദിരി ചൊല്ലേ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദ്, അല്ലാഹു മഈ. തങ്ങളും ആലിമും സയ്യിദും ചെറിയവരും വലിയവരും ആണും പെണ്ണും ഏവർക്കും അറിയാവുന്നത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ ദിക്റാണ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ ദിക്റാണ്. എന്നാൽ ഷാദുലിയത്ത് നമ്മളുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷാദുലിയത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആ ത്വരീഖത്തിന്റെ ഒരു അദബാണ് ലാ ഇലാഹ അങ്ങനെ ഒരു മൂന്നെണ്ണം ചൊല്ലിട്ട് പിന്നെ അവിടെ നിൽക്കട്ടെ. അതാണ് ഏത് നിസ്കാരത്തിന് ശേഷവും നമ്മളിവിടെ സലാത്തല്ലായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്, ദിക്റാണ്. അത് ഷാദുലിയത്തിന്റെ ഒരു അസ്ലാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഏതുമാവട്ടെ, ഈ ഖാദിരിയത്ത് നമ്മുടെ ലോകത്ത് നാട്ടിൽ പ്രചരിച്ചതനുസരിച്ചു നമ്മുടെ നാട്ടിലും പ്രചരണം വന്നു. അൽഹംദുലില്ലാഹ്. തരീഖത്തിന്റെ ദിക്ർ പ്രചരിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ മശായിഖന്മാർ ഒരു ദിക്ർ മാത്രമല്ല ഇവിടെ പ്രചരിപ്പിച്ചത്, ദീനിന്റെ ഖിവാമാണ് ദിക്ർ കൊണ്ട് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ആ ദീനിന്റെ റൂഹ് ഇൽമാണ്. ദീനിന്റെ റൂഹ് ഇൽമാണ്. ആ ഇൽമിന് വേണ്ടി അവർ ഖിദ്മത്ത് ചെയ്തിരുന്നു. നമുക്ക് ഈ തലമുറക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ എല്ലാവരും
അവര് ആലിമീങ്ങൾ ഉസ്താദുമാരായിരുന്നത് പോലെ ത്വരീഖത്തിന്റെ ശൈഖന്മാരായിരുന്നു. ഇന്നും നാമും നമ്മുടെ ചുറ്റുഭാഗത്ത് നടത്ത് ജീവിക്കുന്നവരും ബദരിയത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ, ശുഹദാഉൽ ബദർ ചെല്ലുന്നുണ്ടെങ്കിൽ അത് മുഴുവനും മഹാനായ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ പതിയുസ്താദിന്റെ ഉസ്താദാകുന്ന വഴക്കളം ഉസ്താദിന്റെ ശരീക്കാകുന്ന തുർഫയുടെ ഹാഷിയുടെ സറഹയെ എഴുതിയ മുഹമ്മദ് അലി തങ്ങളിലേക്ക് എത്തുന്നു തുന്നംവീടൻ. ഇങ്ങനെ അല്ലാതെ കണ്ട് ഇൽമിന്റെ വഴിയിലൂടെ അല്ലാതെ കണ്ട് ഇവിടെ പ്രചരിച്ചിട്ടില്ല. ഒരു പണ്ഡിത സദസ്സ് മാത്രമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ദാറുൽ ഹിക്മയിലാണ് ഇത് നടക്കുന്നതെങ്കിൽ പണ്ഡിത ക്ലാസോടുകൂടെ, ചർച്ചാ ക്ലാസോടുകൂടെ, സെമിനാറുകളോടുകൂടെ ഒരു ദിക്റായിരിക്കും നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ താമസമില്ലാതെ കണ്ട്, നിങ്ങൾ കണ്ടില്ലേ 3-ാം നിലയുടെ 3/4 ഭാഗവും വാർത്തു കഴിഞ്ഞു. റബ്ബേ അൽഹംദുലില്ലാ, റബ്ബ് തന്ന വലിയ തൗഫീഖാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥാപനമാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിന്റെ 3-ാം നിലയുടെ 3/4 ഭാഗവും വാർത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആരക്കണം. റമളാനോടുകൂടെ അത് തീർക്കണം. നമ്മുടെ റഈസുൽ ഉലമ, നമ്മുടെ ഏറ്റവും വലിയ പണ്ഡിതൻ, ലോകമറിയപ്പെടുന്ന നമ്മുടെ ഖമറുൽ ഉലമ, നമ്മുടെ താജുൽ ഉലമയാണ് അതിന് കല്ലിട്ടത്. അവരെല്ലാം കാലുകുത്തി അതിൽ ബുഖാരി ദർസ് നടത്തുന്നത് കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ല അല്ലാഹ്. ഏറ്റവും വലിയ ആഗ്രഹമാണത്. അല്ലാഹുവേ, നിന്റെ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഔദുൽ ആലമിന്റെ തരീഖത്തനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനമായി ഞാൻ പറയുന്നു, ലോകം മുഴുവൻ കോഴയുടെ പിടിയിലാണ്, അഴിമതിയുടെ പിടിയിലാണ്. അനാചാരത്തിന്റെ പിടിയിലാണ്, അധർമ്മത്തിന്റെ പിടിയിലാണ്, ചൂഷണത്തിന്റെ പിടിയിലാണ്. ഈ സമയത്ത് ഈ വെള്ള തലേക്കെട്ടിനും ഈ വെള്ളക്കുപ്പായത്തിനും ഈ വെള്ള വസ്ത്രത്തിനും ഈ ദിക്റിനും സ്വലാത്തിനും സ്ഥാനമില്ല എന്ന് കണ്ടവരും അവരെല്ലാം തോറ്റിരിക്കുന്നു. ഇതിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ, ഇൽമിന് മാത്രമേ ലോകത്ത് നിലനിൽപ്പുള്ളൂ. ഇൻഷാ അല്ലാഹ് അനധിവിദൂര ഭാവിയിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഹൈക്കോടതിയിലും നമ്മുടെ നിയമസഭയിലും നമ്മുടെ ജില്ലാ ആസ്ഥാനങ്ങളിലും പണ്ഡിതന്മാരായ തലേക്കെട്ടുള്ള വേഷധാരികളായ വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ മഹാനായ കാന്തപുരത്തിന്റെ കീഴിൽ ഒരു വലിയ ദഅ്വ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ സടകുടഞ്ഞ് എഴുന്നേറ്റ് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു ചെറിയ കണ്ണിയാണ് ഇവിടെ ദാറുൽ ഹക്കം. അള്ളാഹു അത് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദുആരക്കണം, സഹായിക്കണം, സഹകരിക്കണം. എന്തെല്ലാം പറ്റുമോ അതെല്ലാം ചെയ്തു തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധർമ്മം നിറഞ്ഞ ലോകത്ത് 10 രൂപക്ക് വേണ്ടി മുസ്ലിയാരെയും തങ്ങളെയും പേപ്പറിലും പത്രമാസികളിലും ആക്ഷേപിക്കുന്ന ഈ ലോകത്ത് കോടികൾ വാങ്ങുന്ന, ലോകത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ കോടികൾ കോഴ വാങ്ങി ജീവിക്കുന്ന ഈ ലോകത്ത് ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ കളവു പാറയല്ലെന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിലേക്ക് ഉമ്മ കൊടുത്ത സ്വർണമേൽപ്പിച്ച ഖുത്ബുൽ അഖ്താബ് തങ്ങളുടെ മുരീദുമാരും മുഹദ്ദികളും നിറഞ്ഞ ഈ ലോകം നമുക്ക് സന്തോഷമാണ്. അതിലേക്ക് മുന്നോട്ട് പോകാൻ ഈ വേദികൾ, ഈ ദർസ്, ഈ കോളേജ്, ഈ ദിക്റ് ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദിക്റിലേക്ക് കടക്കുകയാണ്.
ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ദാറുൽ ഹിക്കം അതിൽ ഇപ്പോൾ 8, 9, 10 3 ബാച്ചുണ്ട്. അടുത്ത തവണ +1 നിങ്ങളുടെ കുട്ടികളിൽ നിന്നും സമർത്ഥരായ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കണം. മറ്റൊരു പുതിയ സംരംഭം ഇത്തവണ തുടങ്ങുന്നുണ്ട്. 10 വയസ്സുള്ള 4 നിന്ന് 5 ജയിച്ച സമർത്ഥരായ കുട്ടികളെ ഹിഫ്ളിലേക്ക് എടുക്കുന്നു. ഒരു 15 കുട്ടികളെ. അപ്പോൾ 5, 6, 7 വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കും. അതുപോലെ തന്നെ 3 കൊല്ലം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന ഒരു സംവിധാനം. ഒരു 15 കുട്ടികൾ. അൽഹംദുലില്ലാഹ് പല രക്ഷിതാക്കളും ഇന്നൊരു കുഞ്ഞു കുട്ടി വന്നിട്ട് എന്നെ ഇവിടെ ദർസിൽ എടുക്കണമെന്ന് പറഞ്ഞു. അവന്റെ ഉദ്ദേശം തഹ്ഫീദുൽ ഖുർആനിലേക്ക് എടുക്കണമെന്നാണ്. അവൻ നേരിട്ട് വന്ന് പറഞ്ഞു. അതുപോലെ കുറെ കുട്ടികൾ, 5ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള ആ കുഞ്ഞുങ്ങളുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം ശുദ്ധീകരിച്ചു കൊടുക്കലൊന്നും വിഷയമാകുന്നില്ല. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഒരു തഹ്ഫീദുൽ ഖുർആൻ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളിൽ നിന്നും സമർത്ഥരായ കുട്ടികളെ ഇതിലേക്ക് വിടണം. ഞാനിപ്പോൾ ഒരു ഉംറ കഴിഞ്ഞ് വന്നതാണ്. 61 ദിവസത്തോളം ഞാൻ സൗദി അറേബ്യയിൽ താമസിച്ചു. കുറേ ദിവസം മക്കത്തും മദീനത്തും താമസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. എൻ്റെ മജ്‌ലിസിൽ കൂടുന്ന ഒരാളെയും ഒഴിവാക്കാതെ കബീറൂട്ടെ ഇവിടെ ഇരിക്കാം, ഒരാളെയും ഒഴിവാക്കാതെ കണ്ട് എൻ്റെ സംഘടനാ ബന്ധുക്കൾ, എൻ്റെ മുഹിദ്ദീങ്ങൾ, നമ്മുടെ മജ്‌ലിസിൽ വരുന്നവർ ആരെയും ഒഴിവാക്കാതെ കണ്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. വരട്ടെ, കൊള്ളിരിക്കാം. അപ്പോൾ ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വന്നത് തഹ്ഫീദുൽ ഖുർആനിലേക്കുള്ള കുട്ടികൾ ഈ സ്കൂൾ പരീക്ഷ കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് തുടങ്ങും. അതിനു മുമ്പ് തന്നെ 4 നിന്ന് 5 ജയിച്ച കുട്ടികൾ, ഒരു 10 വയസ്സുള്ള കുട്ടികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉംറക്ക് പോകുന്നതിന് മുമ്പ് എറണാകുളം ഒരു വലിയ വീട്ടിലേക്ക് എനിക്കൊരു ദൈവത്തുണ്ടായി. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരി അളിയനുമുണ്ട്, അവരിപ്പോൾ യാത്രക്കൊരുങ്ങിയിരിക്കുകയാണ്, ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ലണ്ടനിലേക്ക് പോവുകയാണ്. ഭാര്യയും ഡോക്ടറാണ്, ഭർത്താവ് അയാളും ഡോക്ടറാണ്. ഞങ്ങൾ വന്നത് 2 ആൺകുട്ടികളാണ്. അൽഹംദുലില്ലാഹ് 2 പേരെയും ബാംഗ്ലൂരിൽ നിർത്തി 2 വർഷം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കി. ഇവരെ ഡോക്ടറാക്കണം തന്നെ എൻ്റെ തീരുമാനം. പക്ഷേ ഖുർആൻ ഹിഫ്ളാക്കിയാൽ എല്ലാ ഇൽമും സഹിലാകും. അതുകൊണ്ട് ഇവരെ ഖുർആൻ ഹിഫ്ളാക്കി കൊണ്ടുപോയാണ്. അവർ, ഞാനും മോശക്കാരൻ തന്നെ, എന്നാൽ അവർ ഉസ്താദ് ഒന്ന് തല വെച്ച് ദ്വാരപ്പിക്കാൻ വേണ്ട ഞങ്ങൾ കാത്തു നിന്നത് എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, നാം ഇൽമിലും സമ്പത്തിലും സംസ്കാരത്തിലും ഉയർന്നവരാണെന്ന് നടിക്കുന്നെങ്കിലും ലോകം കണ്ട അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ലണ്ടനിൽ മുഖം നായുടെയും ഉടൽ മനുഷ്യൻ്റെതുമായ ഒരു ജീവിയെ ഞാൻ കണ്ടു. മനുഷ്യനായിട്ട് തന്നെ അംഗീകരിച്ചു. ഈ നമ്മുടെ വൈൻ അലാക്കൽബും നമ്മുടെ ഫത്വൽമയും പറഞ്ഞതാണ്. അന്നോട്ടെ അന്വേഷിച്ച് നടക്കുന്ന, പക്ഷെ കണ്ടൊരാളെ കണ്ടത് ഇപ്പോഴാണെന്ന് മാത്രം. ഇതുമാവട്ടെ, ഉയർന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു, ഖുർആൻ ഹിഫ്ളാക്കിയാൽ ഏത് ഇൽമും സഹിലാകും, എളുപ്പമാകും. നമുക്കും അതിന് സമയമായില്ലേ? ഒരു കുട്ടി ഹിഫ്ളാക്കിയാൽ ഉറപ്പായി 20 പേരെ ആ കുടുംബത്തിൽ നിന്ന് ആ കുട്ടി ശഫാഅത്ത് ചെയ്യും എന്നല്ല അത്യാധുനികനായ ഇബ്നു ജൗസി തന്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു. 1,00,000 പേരെ ദഅവത്ത് ചെയ്യാൻ ഈ ഖുർആൻ ഹിഫ്ളാക്കിയാൽ ശഫാഅത്ത് ചെയ്യുമെന്നാണ് എൻ്റെ രേഖയിൽ ഞാൻ കണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയ ഗ്രന്ഥകാരനായ ഒരു പരിധിവരെ ഉൽപ്പതിഷ്ണുവായ ഇബ്നു ജൗസിയാണ് എഴുതുന്നത്. സഹോദരന്മാരെ, നമുക്കും വേണ്ടേ ഒരു ശഫാഅത്ത് ചെയ്യാൻ ഒരാള്? നമുക്കും വേണ്ടേ രക്ഷപ്പെടുത്താൻ ഒരാള്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റഷീദ് ബാക്കവി ഷെയ്ഖുനാന്റെ പ്രധാന മുരീദായ
ഷിഹാബുദ്ദീൻ ഉസ്താദ് എല്ലാം കടന്നു വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഓക്കെ ഉസ്താദിൻ്റെ കുടുംബത്തിലുള്ള റഷീദ് ബാഖവി, അതുപോലെ തന്നെ ഷെയ്ഖുനാൻ്റെ പ്രധാന മുരീദാണ് നമ്മുടെ ജലാലിയത്തിൻ്റെ പ്രധാന മുരീദായ ഷിഹാബുദ്ദീൻ മുസ്ലിയാരെല്ലാം പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, നമുക്കും വേണ്ടേ ഒരു ഹിഫ്ള് പഠിച്ച ഒരു കുട്ടി വേണം, പെണ്ണും വേണം. പെൺകുട്ടികളും ഹിഫ്ളാക്കണം, ആൺകുഞ്ഞുങ്ങളും ഹിഫ്ളാക്കണം. ഇൻഷാ അല്ലാഹ് പെൺകുട്ടികളെ നമുക്ക് ചിന്തിക്കാം, സമയമുണ്ട്. ആൺകുട്ടികളെ എന്താണെങ്കിലും നമുക്ക് ഇക്കൊല്ലം തുടങ്ങാൻ പോകുന്നു. താല്പര്യമുള്ളവരല്ല, താല്പര്യം ഉണ്ടാക്കണം. ഉള്ളവരല്ല, മക്കളുള്ളവർ ഒരു കുട്ടിയെങ്കിലും ഹാഫിളാവട്ടെ. ഖുർആൻ ഈമാന്റെ തോതനുസരിച്ചാണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അയക്കണം. അതായിരിക്കും നിങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ സഹായം. ഇതിന്റെ ദൈവത്തെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണം. ആകുന്ന രൂപത്തിൽ അതിനെ സഹായിക്കണം. ഏറ്റവും വലുതായി ഈ ചെയ്യുന്ന ഇബാദത്ത്, ഈ ചെയ്യുന്ന സേവനം, ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. സഹോദരന്മാരെ, കിതാബ് നോക്കിയപ്പോൾ കാണുന്ന ഒരു സംഭവം, 40 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ചു. 40 കൊല്ലവും ജോലിക്ക് പോകും. ഉമ്മയും വാപ്പയും നോമ്പ് പിടിച്ചെന്നറിയില്ല. ആ ടിഫിൻ പാത്രവുമായിട്ടാണ് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഉമ്മയും വാപ്പയും ഭാര്യയും ഓർക്കും, മകന് നോമ്പില്ല, മകൻ സാധാരണക്കാരനാണ്, നോമ്പ് പിടിക്കുന്നവനല്ല. ആ കൊണ്ടുപോയ ഭക്ഷണം 40 കൊല്ലവും സദഖാ ചെയ്യും. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് അല്പം വെള്ളം കുടിച്ചുകൊണ്ട് സാധാരണ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും. 40 കൊല്ലവും താൻ നോമ്പുകാരനാണെന്ന് പുറത്തു പറഞ്ഞിട്ടില്ല. ഒരു തിങ്കളാഴ്ച നോമ്പുദാരിണി പിടിച്ചാൽ, ഒരു ആഷൂറാന്റെ നോമ്പ് പിടിച്ചാൽ, ഒരു അറഫന്റെ നോമ്പ് പിടിച്ചാൽ, ഫോൺ വിളിക്കുന്നവർ ശബ്ദത്തിന് പതർച്ചയുള്ളപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോമ്പാണെന്ന് പറയുന്ന പമ്പര വിഡ്ഢിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സഹോദരന്മാരെ, 40 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ചിട്ട് സ്വന്തം പ്രസവിച്ച ഉമ്മയോ ജന്മം നൽകിയ വാപ്പയോ കൂടെ ജീവിക്കുന്ന ഭാര്യയോ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഇഖ്ലാസ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫുളൈൽ തങ്ങൾ പറഞ്ഞില്ലേ, നിന്റെ ദിക്റിന്റെ ആട്ടം കണ്ടിട്ട് ജനങ്ങൾ നീ സൂഫിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ദജ്ജാലിന്റെ സ്ഥാനത്താണെന്നാണ് സൂഫിയാക്കളുടെ നേതാവായ ഫുളൈൽ തങ്ങൾ പഠിപ്പിച്ചത്. നീളക്കുപ്പായവും നീലത്തലപ്പാവും ധരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ വേഷം ധരിച്ച് ഈ കിബർ പറയുന്ന ഞങ്ങളെ റബ്ബേ നിനക്കാവശ്യമില്ല റബ്ബേ, എന്നാലും ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ ദീനിന് ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ഞങ്ങൾക്കൊന്ന് നന്നായി കിട്ടേണ്ടതുണ്ട് റബ്ബേ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ദുആരക്കണം. ഈ 12,000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിതത് എൻ്റെ പൈസ കൊണ്ട് മാത്രമല്ല, എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, എൻ്റെ മുഹിബ്ബീങ്ങളായ നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ റെസിപ്റ്റില്ലാതെ കണ്ടല്ലേ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. റബ്ബേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, സംശയമില്ല. ആ സ്വർഗം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് വാങ്ങി നരകത്തിലേക്ക് പോകുന്ന ഒരു ഗതികേട് എനിക്ക് വരരുത് സഹോദരന്മാരെ, എൻ്റെ മക്കൾക്ക് വരരുത്. നിങ്ങൾ തന്ന പൈസ 10 പൈസ ഹറാമായത് എൻ്റെ വയറ്റിലേക്ക് പോകരുത്. നിങ്ങളെല്ലാവരും ദുആരക്കണം ഇഖ്ലാസോടുകൂടെ. റബ്ബേ
റബ്ബിന്റെ പൊരുത്തത്തിലായി ഇത് മുന്നോട്ട് കൊണ്ടുപോയി സ്വർഗത്തിലെത്തി. ഓതുല്ലാലമ കാണുമ്പോൾ അവിടത്തെ ദിക്റ് ചൊല്ലിയതിന്റെ ബറക്കത്താണെന്നൊരു വേർതിരിവുണ്ടാവാൻ, ഒരു തിരിച്ചറിവുണ്ടാകാൻ. അസ്വലാത്തു സിലത്തുൻ, സ്വലാത്ത് വേർതിരിച്ചറിയുന്ന ഒരു ബന്ധമാണ്. പുന്നാര നബിയുടെ അടുക്കൽ ഒന്ന് മഖ്ബൂലായി കിട്ടാൻ വേണ്ടി, ഒന്ന് അംഗീകരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എന്നിട്ട് ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞ ആയത്ത് ഞാനും നിങ്ങളും ചിന്തിക്കുക. വഖൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യമുള്ളവരോടുകൂടെ സത്യവാന്മാരോടുകൂടെ ആവണം. സഹോദരന്മാരെ, ലോകത്ത് വലിയ സൽപാദാവ് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ 100% അംഗീകരിച്ചു ജീവിച്ച ഖുത്ബുൽ അഖ്താബ് തങ്ങളെ 100% അംഗീകരിച്ച, ഈ കോട്ടു പള്ളി ഉണ്ടാക്കിയ, നെട്ടു പള്ളി ഉണ്ടാക്കിയ, ചെമ്പിട്ട പള്ളി ഉണ്ടാക്കിയ, കണ്ണൂർ സിറ്റി പള്ളി ഉണ്ടാക്കിയ മൗല തങ്ങൾ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടെ നിന്ന് തരീഖത്ത് കൊടുത്തത് 2 പേർക്കാണ്. ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ നമ്മുടെ കായൽ പട്ടണത്തുള്ള ഉമറുൽ ഖാഹിരി തങ്ങൾക്കും. ഉമറുൽ ഖാഹിരി തങ്ങളുടെ തരീഖത്ത് പ്രചരിച്ചു. അതങ്ങനെ വ്യാപിച്ചു കീഴക്കരയിലെത്തിയപ്പോൾ 156ഓളം ഗ്രന്ഥങ്ങൾ, അറബി ഗ്രന്ഥങ്ങൾ രചിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ കാലക്കാരനായ മഹാനായ ഇമാമുൽ അറൂസ് തങ്ങൾ അതിനൊരു കോർവയുണ്ടാക്കി. അറൂസിയ്യത്തുൽ ജലാലിയ എന്നൊരു പേര് വെച്ചു. ആ ത്വരീഖത്തിന്റെ ദിക്റാണ് ശുഐബ് ആലം ഖാദിരി തങ്ങൾ. നമ്മുടെ ശിഹാബുദ്ദീൻ ഉസ്താദിന്റെ ഷെയ്ഖ് 14-15 വർഷം നിരന്തരം ഷെയ്ഖുമായി ബന്ധപ്പെട്ടവരാണവർ. അതുപോലെ തന്നെ ഓക്കെ ഉസ്താദിന്റെ കുടുംബത്തുള്ള റഷീദ് ബാഖവി ഉസ്താദ്. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞോട്ടെ. ആ ത്വരീഖത്തിന്റെ ഒരു മഹത്വം, നമ്മുടെ ഷെയ്ഖ് വലിയ മഹാനായ ഒരു പണ്ഡിതനാണ്, വലിയ രത്നവ്യാപാരിയാണ്. ഒരാളോടെങ്കിലും 10 രൂപ കൈകൊണ്ട് വാങ്ങുന്ന ആളല്ല. എപ്പോൾ ചെന്നാലും ഇങ്ങോട്ട് തരുന്ന ഒരവസ്ഥ. സമ്പത്തിനോട് പ്രേമമില്ലാത്ത മനുഷ്യൻ. വലിയ വലിയ ആലിമ്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത് അൽ വലി ഇബ്നുൽ അൽ വലി. വലി 100% സത്യമാണ്. വാപ്പയും ഷെയ്ഖാണ്, വലിയാണ്. അതിൻ്റെ വാപ്പമാർ നാം കായൽപട്ടണത്തിൽ നിന്നാൽ ലോകം അറിയപ്പെടുന്ന വലിയ വലിയ മഹാന്മാർ ഏതാണ്ട് 90 വയസ്സിന് അടുത്തെത്തിയിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പലപ്പോഴും വന്ന് ഈ മജ്ലിസിൽ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഒരിക്കലെങ്കിലും അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിൽ എത്തിപ്പെടാൻ, നമുക്കൊന്ന് കാണാൻ, ഇവിടെ കാലുചവിട്ടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. എവിടെ പോയാലും നിരന്തരം ബന്ധപ്പെടും. അത് മക്കത്താണെങ്കിലും മദീനത്താണെങ്കിലും അതിന് വലിയൊരു വസീല ഷിഹാബുദ്ദീൻ ഉസ്താദ് തന്നെയാണ്. എനിക്കാണെങ്കിൽ പേടിയാണ്, ഞാനങ്ങനെ വിളിക്കുകയില്ല. പിന്നെ ഷിഹാബുദ്ദീൻ ഉസ്താദും റഷീദിലും ഉള്ളത് കൊണ്ട് അവരെ വിളിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഷിഹാബുദ്ദീൻ ഉസ്താദ് ലാസ്റ്റ് വിളിച്ചപ്പോൾ വലിയ വാക്കുകളാണ് പറഞ്ഞത്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. തീരെ സുഖമില്ല, നിങ്ങളെല്ലാവരും ദുആരക്കണം. ആ മഹാന്റെ ആ ത്വരീഖത്തിൻ്റെ ദിക്റ് ലോകം മുഴുവൻ വ്യാപകമാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ കാലക്കാരനാണ് വല്ലുപ്പ. അത് നമ്മുടെ കേരളത്തിൽ വലിയ വലിയ ആലിമീങ്ങളെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്വന്തമായി ദിക്റ് ചൊല്ലി വരുന്നു. നാം അത് സ്ഥാപിച്ചു. ഇനി ഒരിക്കൽ നാം ഇങ്ങനെ ഒരു പക്ഷേ ഈ മജ്ലിസിലായിരിക്കില്ല അതിൻ്റെ വാർഷികം നടത്തുന്നത്. അതിന് വേറെ സംവിധാനം കണ്ടെത്തും. ദാറുൽ ഹക്കമിൻ്റെ വാർഷികത്തിലും മറ്റും സാധാരണ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു ദിക്റായിരിക്കും. അതിൻ്റെ അഹരികാലം മാത്രം വിളിച്ചുകൊണ്ട് ഒരു വാർഷികമാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവരും നിങ്ങൾ സഹകരിക്കണം. തീർന്നില്ല.
നമ്മൾ മലബാറിൽ ധാരാളം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും വലിയ വലിയ ഉമറാക്കളും ഇരിക്കുന്ന അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ ഓക്കെ ഉസ്താദിൻ്റെ മകനെ കൊണ്ടൊരു സ്ഥാപനം നടത്തുന്ന മഹാനാണ്. അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ എന്തെല്ലാം മുറാദുണ്ടോ അത് മുഴുവനും റബ്ബേ നീ ഹാസുലാക്കണേ അല്ലാ. ഓസല്ലാദമിൻ്റെ ബറക്കത്ത് കൊണ്ട് വന്നുപെട്ടിരിക്കുന്ന എല്ലാ കെണിയിൽ നിന്നും നീ രക്ഷിക്കണേ അല്ലാ. ഇവരെല്ലാം വലിയ വലിയ സമ്പന്നരാണ്. അവർക്ക് ലജ്ജയില്ലാതെ കണ്ട്, ഒരു മടിയുമില്ലാതെ കണ്ട് ആലിമീങ്ങളെ കൂട്ടിക്കൊണ്ട് നടക്കാനും, അവർക്ക് കാറെടുത്തു കൊടുക്കാനും, വാഹനം ഏറ്റവും കൂടിയ വാഹനം എടുത്തു കൊടുക്കാനും, അവരുടെ മുമ്പിൽ നിന്ന് പ്രയത്നിക്കാനും, ലക്ഷങ്ങൾ റബ്ബിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനും സാധുവായ നമ്മോട് ബന്ധപ്പെട്ടപ്പോൾ നാം വിളിച്ചാൽ നമ്മുടെ മജ്‌ലിസിൽ വരുന്നു. വലിയ വലിയ മഹാന്മാരുമായെല്ലാം ബന്ധമുള്ള, ഞാൻ പറഞ്ഞു വന്നത് വടക്കൻ രാജ്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവിടെ ആലിമീങ്ങൾ അവർ അത്യാഗ്രഹമുള്ളവരാണ് ഇൽമിനോടും ദീനിനോടും. അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ അവർ തീവ്ര ശ്രമമുള്ളവരാണ്. അവിടുത്തെ സാധാരണക്കാര് ആലിമീങ്ങളുടെ ചെരുപ്പിടിക്കുന്നവരാണ്. അവിടുത്തെ പണ്ഡിതന്മാർ ആലിമീങ്ങൾ വരക്കുന്ന വരയിൽ നിൽക്കുന്നവരാണ്. ഇതെപ്പോഴും പ്രസംഗിച്ചാൽ പോരാ, നാമും അത് അനുഭവിക്കണം, നാമും അത് ചെയ്യണം, നാമും അത് പഠിക്കണം, നാമും അത് ഉൾക്കൊള്ളണം. നമുക്കത് പുതിയതായിരിക്കും. പക്ഷേ അൽഹംദുലില്ലാഹ് പല വേദിയിലും ഇന്ന് അനുഭവപ്പെടുന്നത് അത് കണ്ടും ആവേശത്തോടെ നാം പ്രസംഗിക്കുമ്പോൾ, പറയുമ്പോൾ, ഒരു മുറിയിൽ കയറി 5 മിനിറ്റ് പറയുമ്പോൾ ഇവനൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ തെക്ക് രാജ്യത്തുള്ളവർ ഏറ്റവും നല്ലവരാണ്. നാം തെക്കൻ രാജ്യത്ത് സമ്മേളനം നടത്തിയപ്പോൾ എത്ര ട്രെയിനാണ് മലബാറിൽ നിന്ന് വന്നത്, എത്ര കാറാണ് ബസ്സാണ് വന്നത്, അത്രയും ആളാണോ അവിടെ കണ്ടത്? തെക്കൻ രാജ്യത്തുള്ള സുന്നി കൂറാണത്. സുന്നി ആവേശമാണ്. അതുകൊണ്ട് നിർത്തരുത്. അതോടുകൂടി തന്നെ നാം പ്രവർത്തിച്ചു മുന്നേറണം. ആലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കുചേരണം. വിഷമങ്ങളിൽ പതറാതെ നിന്നുകൊണ്ട് ആലിമീങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിന്നാൽ ഈ മജ്‌ലിസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ പോയി. ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരു ചെറിയ വഴക്കുണ്ടായി, ഭാര്യ ഒളിച്ചു പോയി കളഞ്ഞ്. ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷെ ഞാൻ ക്ലാപ്പന ഉസ്താദല്ല. ക്ലാപ്പന ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഭാര്യ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അവിടെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനാണത് പറയുന്നെങ്കിൽ അടി വേറെ കിട്ടും. ഭാര്യ സംസാരിക്കലോ ക്ലാപ്പന ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാഹ് അവിടെ രക്ഷപ്പെട്ടു, നീയും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞില്ല, എനിക്ക് ആദ്യം തോന്നി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്റെ കറാമത്തായി നിങ്ങൾ ഇതൊന്നും കൂട്ടരുത്. നമ്മുടെ മജ്‌ലിസിന്റെ ഒരു ബറക്കത്തായി നിങ്ങൾ ഇത് കൂട്ടാവൂ. ഒരു ദിക്ർ ചെല്ലാൻ പറഞ്ഞു. ഒറ്റ ദിക്റിന് വന്നാൽ പിന്നെ എന്നെ വിളിക്കുവോ? അപ്പൊ ഞാൻ 3 ദിക്റാ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത്. 3 ദിക്റിലേ വരാവൂ. അപ്പൊ 2ാമത്തെ ദിക്ർ ചെല്ലി. അപ്പൊ കരഞ്ഞുണ്ടാ വിളിക്കുന്നത്. അപ്പൊ ഞാനൊന്നും വല്ലാതെ അയഞ്ഞുപോയി. 2ാമത്തെ ദിക്ർ ചെല്ലി അതിന്റെ പകുതി എത്തിയപ്പോൾ ഉസ്താദെ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു ഇപ്പൊ വരണ്ട, എനിക്ക് സമയമില്ല. എന്നാ നാളെ വരെ. ഇതുവരെ വന്നിട്ടില്ല. ഇൻസാനലകഫൂർ. അത് വേറൊരു ഭാഗം. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ദീനും ദീനിന്റെ അഹ്ലികാരും ദിക്റും ദിക്റിന്റെ അഹ്ലികാരും അല്ലാതെ കണ്ട് പരിഹാരമില്ല. അതെവിടെ പോയാലും ഇവിടെ നിങ്ങൾക്ക് കാണാം. 2 കുട്ടികളുമായി ഒരു പിതാവ് വന്നിട്ടുണ്ട്. നമ്മുടെ മജ്‌ലിസിന്റെ ഒരു ബർക്കത്ത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ആടുകൾ വരാറുണ്ട്. വാപ്പിച്ചിയുടെ ഹയാത്ത് കാലത്ത് 83 വാഹനം വരും, 83 ആടും വരും. അങ്ങനെ ഇവിടെ വന്നിട്ടിരുന്നത്. 83 വാഹനം ഇങ്ങോട്ട്. അദ്രവനജ് അപ്പോഴേ വാപ്പിച്ചിയുടെ ഹയാത്ത് കാലത്ത് ഇവിടെ വരുന്നത് 83 വാഹനം ഉണ്ടാവും, 83 ആടും വരും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് ഇവിടെ മൃഗം നേർച്ചയാക്കുന്നവർക്ക് എല്ലാ കൊല്ലവും 7 കുട്ടികളെ കിട്ടാത്ത ഒറ്റ കൊല്ലവും കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ ഒരിക്കൽ ഹജ്ജിന് ചെന്നപ്പോ ഒരു സ്നേഹിതൻ വേറൊരാളുമായി വന്നു.
അൽഹംദുലില്ലാ അവർക്ക് കുട്ടിയായി. ആ കുട്ടികളുമായിട്ട് അവർ തൃശ്ശൂർക്കാരാണ്, ജീജാൻകാരാണ്. നമ്മുടെ സ്ഥാപനത്തിൽ വലിയൊരു സഹായം അവർ ചെയ്തു. അവർ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്, വേറെയും കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ട്. മജ്‌ലിസിന്റെ ബറക്കത്ത് അത് ചെറുതല്ല. അത് അബ്ദുള്ള നടത്തുന്നു, വേറെ നടത്തുന്നു എന്നുള്ളതല്ല. അത് ഓതുല്ലാലമിന്റെ മജ്‌ലിസാണ്. അതിലെല്ലാം സഹകരിക്കുകയും പങ്കെടുക്കുകയും ആവേശത്തോടുകൂടെ നിങ്ങൾ സഹകരിക്കുകയും ചെയ്യണമെന്നും, ഇതെല്ലാം തന്നെ റബ്ബിന്റെ ദീനിന്റെ ഇലാഹിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയായി നാം കണക്ക് കൂട്ടണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ദാറുൽ ഹക്കം ദഅ്വാ കോളേജിലേക്കുള്ള കുട്ടികൾ, തഹ്ഫീദുൽ ഖുർആൻ കോളേജിലേക്കുള്ള കുട്ടികൾ, അതെല്ലാം നിങ്ങളുടെ എൻ്റെ മുഹബ്ബീങ്ങളുടെ കുട്ടികൾ തന്നെ അതിലേക്ക് പറഞ്ഞേക്കണമെന്നും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തിക്കൊണ്ട് ഈ സത്യവാന്മാരോടുകൂടെ നമുക്കാവണം, അവരോടുകൂടെ സ്വർഗത്തിൽ നമുക്ക് കൂടണം. ഈ അധപ്പതിച്ച ലോകത്ത് മരണക്കട്ടിൽ ഒരു മരണപ്പെട്ടടക്കാനുള്ള മരണക്കട്ടിൽ വരെയും വാങ്ങുന്ന ഹെലികോപ്റ്റർ പോട്ടെ, അതിൽ വരെയും അഴിമതി നടത്തുന്ന ഈ ലോകത്ത് അഴിമതി മുക്തമാകണമെങ്കിൽ സത്യവാന്മാരോട് കൂടെ ആകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെയും നമ്മുടെ മജ്‌ലിസിനെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിക്റിലേക്ക് കടക്കുകയാണ്. ഒത്തിരി ആലിമീങ്ങളുണ്ട്, എല്ലാവരും പ്രസംഗിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. പൂക്കുളത്തൂർ അജഹരി വരുന്നുണ്ട്, അദ്ദേഹം പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് ഏറ്റിരുന്ന ആളാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നീട്ടിക്കൊണ്ടു പോകില്ലായിരുന്നു. ഇനി ദിക്ർ തുടങ്ങിയാണ്. ദിക്ർ തീർന്ന് പെട്ടെന്നൊരു സംസാരം നടന്ന് ആ ആവേശങ്ങൾ കൊണ്ട് ദുആരെന്ന് ചീരണിയുടെ മജ്‌ലിസിൽ വിതരണം ചെയ്യും. എല്ലാവരും വാങ്ങിപ്പോകണം. സ്ത്രീകൾ ദിക്റും സ്വലാത്തുമെല്ലാം ചെല്ലുക, ശബ്ദം കുറക്കുക, തല നന്നായി മറക്കുക, അദബുകേടൊന്നും ഉണ്ടാവരുത്. നമ്മുടെ മജ്‌ലിസിൽ വരുമ്പോൾ വെറും ദിക്റാകുമ്പോൾ അത് നമ്മുടെ അയിമ്മത്തിൻ്റെ ഖൗലിനെതിരാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഉപദേശമുണ്ട്. എൻ്റെ സഹോദരിമാരെ, കുടുംബങ്ങളിൽ ഇന്ന് കേട്ടുവരുന്നത് ധാരാളം പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ദിക്ർ പരിഹാരമാണ്. ദിക്ർ പരിഹാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വഞ്ചന ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള എല്ലാ മരുന്നും എല്ലാ രോഗികൾക്കും ആവശ്യമില്ല എന്നതുപോലെ ഒരു കൂട്ടം ദിക്ർ മുഴുവൻ മനുഷ്യന് ആവശ്യമില്ല. അതിനാണ് വലിയ വലിയ കുത്തുബീങ്ങളിൽപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പോലെയുള്ളവർ ദിക്റിന്റെ കോർവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് മഞ്ചനയെന്നും മദാറെന്നും പറഞ്ഞ് നാടിനീളെ ബുക്കുകൾ വിതരണം ചെയ്ത് വീടുകളിൽ ഗൾഫിൽ ചെന്നാൽ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കാൻ സമയമില്ല, കുടുംബം നോക്കാൻ സമയമില്ല. ആരെങ്കിലും പടച്ചുവിട്ട അർത്ഥമറിയാത്ത വാക്കുകൾ, അത് മഞ്ചിലയെന്നോ എന്ത് പേര് പറഞ്ഞാലും വീട്ടിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതെന്താണ് വിമർശിക്കുന്നതെന്ന് തോന്നിയേക്കാം. ഇല്ല, മെഡിക്കൽ കോളേജിലെ മരുന്ന് എല്ലാവർക്കും, ഒരു മെഡിക്കൽ ഷോപ്പിലെ മരുന്ന് എല്ലാവർക്കും ആവശ്യമില്ല. അർത്ഥമറിയാത്ത എത്ര വാക്കുകളാണ് ഈ മഞ്ചിലിൽ എഴുതി വച്ചിരിക്കുന്നത്? അയിമ്മത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഒഴിവാക്കണം. ഹദ്ദാദ് ചൊല്ലൂ, മുഹീദ്ദീൻ നാത്തിബ് ചൊല്ലൂ, പാരമ്പര്യമുണ്ട്. കാണുന്ന മഞ്ചില് ആരാണ് നിനക്ക് അനുവാദം തന്നത് അറിയാമോ? ദിക്റിന് അനർഹൻ ഇജാസത്ത് കൊടുത്താൽ അവൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. ഇതാണ് നമ്മുടെ ഉസൂല്. ജാമിഉൽ ഉസൂൽ ഇത് രേഖപ്പെടുത്തുന്നു. അനർഹൻ ഒരു ദിക്ർ പഠിച്ച് പിന്നീട് ഒരു തകിടും ഒരു കല്ലാസും എടുത്തു കഴിഞ്ഞാൽ കാണുന്നവർക്കൊക്കെ ദിക്ർ കൊടുക്കും. ആര് പറഞ്ഞു ഈ ദിക്ർ അനുവാദം കൊടുക്കാൻ? ദിക്ർ ചെല്ലാനും അനുവാദം കൊടുക്കാനും അനുവാദം വേണം. അതിനൊരാൾ ഏൽപ്പിക്കണം, അർഹനായ ഒരാൾ ഏൽപ്പിക്കണം. ഒരു ബുക്ക് അങ്ങോട്ട് കിട്ടി. ഒരു കൂട്ടർ എൻ്റെ കൂട്ടത്തിൽ ഉംറക്ക് വന്നു. ഉസ്താദേ, തലവെട്ട് നിർത്താനൊരു ദുആണ്ടല്ലോ, അതെന്താണ്? ഞാൻ പറഞ്ഞു, ഹമുക്ക്. നിനക്കാര് പറഞ്ഞതെന്ന് ചോദിച്ചു. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്. ഈ കാണുന്നതെല്ലാം ചെല്ലിച്ചെല്ലി പിന്നീട് വരുന്നത് എന്താണെന്നറിയാമോ? അമ്മാറത്തുമാറാതെ കണ്ട് വൈകാരികത വർദ്ധിച്ചു ശൈത്വാനീയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് പൊന്നുകൂട്ടരെ കാണുന്നത്. ആലിമീങ്ങളെ, ഇതിനെതിരിൽ ശബ്ദിക്കാൻ സമയമായില്ലേ?
പഠിച്ച് പാഠമെടുക്കാൻ സമയമായില്ലേ? വലിയൊരു വലാലത്താണ് ലോകത്ത് നടക്കുന്നത്. നിർത്തൂ. ഹദ്ദാദില്ലാത്ത ഒരു ദിക്റില്ല. നമുക്ക് ആവശ്യമുള്ളത് ഹദ്ദാദിലുണ്ട്. കാണുന്ന മഞ്ചില മുഴുവൻ ഓതി തീർത്ത് അവിടെ ഇന്ന് വിശ്വസിച്ചിരിക്കുന്നത് ബിസ്മിയും അതുപോലെയുള്ളതും ദിക്റാണ്. അതുകൊണ്ട് ഏത് ഘട്ടത്തിലും പെണ്ണുങ്ങൾക്ക് ഓതാം. അധികവും പെണ്ണുങ്ങളാണ് ഇതിന്റെ ആൾക്കാർ. അതിൽ നിന്നെല്ലാം മടങ്ങി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു രൂപത്തിലേക്കും വഴിയിലേക്കും നിങ്ങൾ വരണമെന്നും അഹ്ലുൽ ഹഖിനോടുകൂടെ സ്വാദിഖീങ്ങളോടുകൂടെ ആവണം. തോന്നുന്നതിനെല്ലാം മസല പറഞ്ഞു, അതെല്ലാം അഖീദക്കെതിരായി പറയുന്നവർ അവരെങ്ങനെ സ്വാദിഖീങ്ങളാവും? ആ സ്വാദിഖീങ്ങളല്ലാത്തവരുടെ ദിക്റുകൾ ചൊല്ലിപ്പോകരുത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ പാരമ്പര്യം മുഹൈദ്ദീൻ റാത്തീബിന്റേതാണ്. ഇവിടുത്തെ പാരമ്പര്യം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഹദ്ദാദിന്റേതാണ്. ആ പാരമ്പര്യം നിർത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദിക്ർ തുടങ്ങാം.